ആദരണീയരായ അധ്യക്ഷൻ സയ്യിദ് ഷിയാസ് തങ്ങൾ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വളരെ പ്രൗഢമായ ഒരു പ്രഭാഷണം നിർവഹിച്ച SKSF-ന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ആദരണീയനായ സയ്യിദ് ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ, വേദിയിൽ സന്നിഹിതരായ നമ്മുടെ ഈ മഹല്ല് പ്രസിഡന്റും പണ്ഡിതനുമായ ആദരണീയനായ ഉസ്താദ് അഹമ്മദ് കുട്ടി ബാക്കവി, വേദിയിലെ മറ്റു ബഹുമാന്യരായ പണ്ഡിതന്മാർ, കാരണവന്മാർ, പ്രിയപ്പെട്ട SKSF-ന്റെ മേഖലാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി SKSF-ന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ ബഹുജന സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. ഈ സമ്മേളനങ്ങളുടെയെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ പോഷക ഘടകങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പുതിയ തലമുറയെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്താനും വിശദീകരിക്കാനുമാണ് നമ്മുടെ നേതൃത്വം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യം വളരെ സവിശേഷമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകത്തുടനീളം എല്ലാ ഭരണാധികാരികളും അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആയുധം വിദ്വേഷ പ്രചാരണങ്ങളാണ്. മനുഷ്യനെ മതത്തിൻ്റെയോ ജാതിയുടെയോ സമുദായത്തിൻ്റെയോ വംശത്തിൻ്റെയോ ഒക്കെ പേരിൽ അവർക്കിടയിൽ ശത്രുത വളർത്തിക്കൊണ്ടുവരികയും ആ ശത്രുതയെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കുകയും ആ സംഘർഷങ്ങളെ ആയുധങ്ങളാക്കി അതിനെ വോട്ടാക്കാനും അധികാരങ്ങൾ നേടിയെടുക്കാനുള്ള കുറുക്കുവഴികളായും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമോഫോബിയ എന്ന ഒരു പ്രത്യേകമായ പ്രചാരണ രീതി, അത്തരമൊരു കൺസെപ്റ്റ് ലോകത്തുനിന്ന് വ്യാപകമാണ്. ഇസ്ലാം എന്ന് പറയുമ്പോഴേക്ക് അത് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്നാണ് എന്ന് ധരിക്കുന്ന തലത്തിലേക്ക് അതിൻ്റെ പ്രചാരണം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുടനീളം ഒരു മുസ്ലിമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ഉയർന്നു വരുമ്പോഴേക്ക് അതിനെ ഭയത്തോടുകൂടി മാത്രം കാണുന്ന, പകയോടുകൂടി കാണുന്ന, വിദ്വേഷത്തോടുകൂടി മാത്രം മനസ്സിലാക്കുന്ന ഒരു തലത്തിലേക്ക് വലിയ രീതിയിൽ ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരും അധികാരത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി വലിയ തോതിലുള്ള മുസ്ലിം വിദ്വേഷ പ്രചാരണങ്ങളാണ് അവർ നടത്തിയത്, ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയും അത് തന്നെയാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാം കിട പൗരന്മാരായിട്ട് ജീവിക്കേണ്ടവരാണ് എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സംഘപരിവാർ അവരുടെ വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനനുസൃതമായിട്ടുള്ള വലിയ വിദ്വേഷ പ്രചാരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുസ്ലിം സമുദായത്തിന് പുറത്തുള്ള വലിയൊരു ജനവിഭാഗം ഇസ്ലാമിനെ നിരന്തരമായി തെറ്റിദ്ധരിക്കാൻ അവസരം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ
ഇസ്ലാമിനെ മനസ്സിലാക്കാനും തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാനും ആവശ്യമായ വിധം എന്താണ് ഇസ്ലാം എന്ന് മുസ്ലിങ്ങളുമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മളെപ്പോലെയുള്ള ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. കേവലം പണ്ഡിതന്മാർ മാത്രം നിർവഹിക്കേണ്ട ഒരു ദൗത്യം മാത്രമല്ല. ഓരോ വിശ്വാസിയും, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖലീഫമാരാണ് മനുഷ്യർ. അത് വിശ്വസിക്കുന്ന ഏതൊരു മുസ്ലിമും അവൻ്റെ ജീവിതത്തിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിനെ സാധ്യമാകുന്ന രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാനും പരിചയപ്പെടുത്താനും സാധ്യമാകണം. അതിന് പ്രാഥമികമായിട്ടെങ്കിലും ഇസ്ലാമിക വിജ്ഞാനം സ്വീകരിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ ആചാര അനുഷ്ഠാന ക്രമങ്ങളനുസരിച്ചുകൊണ്ട് ജീവിക്കാനും ഈ സമുദായത്തിലെ ഓരോ അംഗങ്ങളെയും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹ നേതൃത്വത്തിന് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ ദൗത്യമാണ് കഴിഞ്ഞ 100 വർഷക്കാലമായി വളരെ ഭംഗിയായി ഫലപ്രദമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ സാന്നിധ്യമുള്ള ഏത് പ്രദേശത്തെത്തിച്ചേർന്നാലും അവിടെ ഒരു ഇസ്ലാമിക ജീവിതം കണ്ടെത്താൻ സാധിക്കും. ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളും ആചാരാനുഷ്ഠാന ക്രമങ്ങളും അതിൻ്റെ അടിസ്ഥാനപരമായ സംസ്കാര സമ്പന്നമായ ജീവിതക്രമവും ആ സമൂഹത്തിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ 100 വർഷക്കാലം കൊണ്ട് എന്താണ് ഈ സമൂഹത്തിന് ചെയ്ത നേട്ടം എന്ന ചോദ്യത്തിനുത്തരം ഒരുപാട് സ്ഥാപനങ്ങളുടെ എണ്ണത്തിൻ്റെ കണക്കോ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കണക്കോ എന്നതിനേക്കാളൊക്കെ അപ്പുറം ഒരു ഇസ്ലാമികമായ ജീവിതക്രമം, അതനുസരിച്ച് ജീവിക്കുന്ന ഒരു പ്രാക്ടീസിങ് മുസ്ലിമിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു മുസ്ലിമിനെയല്ല, ആയിരക്കണക്കിന് മുസ്ലിങ്ങളെയല്ല, അത്തരത്തിലുള്ള മുസ്ലിം ജീവിതത്തെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിച്ചു എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. അത് കേവലം ഒരു ഇസ്ലാമിക ജീവിതം മാത്രമല്ല, ആ ഇസ്ലാമിക ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ആ മുസ്ലിം സമൂഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടുത്തെ ശത്രുക്കൾക്ക് പോലും എതിരഭിപ്രായം പറയാൻ അവസരം കൊടുക്കാത്ത വിധം സമാധാനത്തോടുകൂടി ഈ രാജ്യത്തിന്റെ ബഹുസ്വരത ഉൾക്കൊണ്ടുകൊണ്ട്, സാമുദായിക സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട്, സ്വന്തം വിശ്വാസവും സംസ്കാരവും നിലനിർത്തിക്കൊണ്ട്, സഹോദര സമുദായങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു യഥാർത്ഥ ഇസ്ലാമിനെ, പാരമ്പര്യ മുസ്ലിങ്ങളെ കണ്ടെത്താൻ സാധിക്കും. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ അല്ലെങ്കിൽ ഇവിടുത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പുതിയൊരു ഇസ്ലാമിനെ പരിചയപ്പെടുത്താനോ പ്രചരിപ്പിക്കാനോ മുന്നോട്ട് വന്നിട്ടില്ല. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ പറയുന്നത് നമ്മൾ നിരവധി കേട്ട ഒരു കാര്യമാണ്. ഹജ്ജത്തുൽ വിദാഇലെ ചരിത്രപ്രസിദ്ധമായ പ്രഭാഷണത്തിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൂടിയ 1,00,000-ലധികം വരുന്ന സ്വഹാബത്തിനോട് വിളംബരം ചെയ്യുകയാണ്, ഈ പരിശുദ്ധമായ ദീൻ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ ദീൻ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. 23 വർഷക്കാലത്തെ പ്രവാചകത്വ ജീവിതക്രമത്തിന്റെ പര്യവസാനത്തോടുകൂടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൂടിയ 1.25 ലക്ഷത്തോളം വരുന്ന സ്വഹാബത്തിനോട് പറയാൻ, ഈ വിശുദ്ധമായ ദീൻ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഈ ചരിത്ര സംഗമത്തിന് സാക്ഷികളാകാത്ത ജനങ്ങളിലേക്ക്, പ്രദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് അവിടെ കൂടിയ സ്വഹാബത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിക്കുന്നത്. ഈ സംഗമത്തിന് സാക്ഷികളാകാത്ത ജനങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, എവിടേക്കാണോ ഈ ദൗത്യം എത്തിക്കാൻ സാധ്യമാകുന്നത് അവിടേക്കെല്ലാം നിങ്ങൾ ഈ സന്ദേശം എത്തിക്കണം. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിനു വേണ്ടി സ്വഹാബത്തിനെ പറഞ്ഞയക്കുമ്പോൾ എന്താണ് അവരുടെ കൈവശം കൊടുത്തത്? നിങ്ങൾ 1.25 ലക്ഷം ആളുകളാണല്ലോ ഉള്ളത്, 1.25 ലക്ഷം പേർക്ക് കൊണ്ടുപോകാൻ ഖുർആന്റെ കോപ്പി ഇവിടെ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാവരും ഓരോ കോപ്പി കൊണ്ടുപോയി വായിച്ച് അർത്ഥം വെച്ച് വിശദീകരിച്ചു കൊടുത്തോ എന്നാണോ പറഞ്ഞത്?
അന്ന് വിശുദ്ധ ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചിട്ട് പോലുമില്ല. അവിടെ കൈവശം കൊടുത്തേക്കാൻ ഒരു ലഘുലേഖ പോലുമില്ല. പിന്നെന്താണ് എങ്ങനെയാണ് അവർ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കേണ്ടത്? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഇടപഴകി ജീവിച്ച അനുഭവത്തിലൂടെ പഠിച്ചൊരു ഇസ്ലാമുണ്ട്, അനുഭവിച്ചു പഠിച്ച ഇസ്ലാം. ആ പ്രവാചക ജീവിതത്തെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അനുകരിച്ചുകൊണ്ട് ആ വിശുദ്ധമായ സുന്നത്തുകളെ ചേർത്ത് വെച്ചുകൊണ്ട് അക്കാലമത്രയും അവർ സത്യവിശ്വാസികളായി ജീവിച്ച ആ വിശുദ്ധമായ ജീവിതക്രമം അനുസരിച്ച് ഓരോ പ്രദേശങ്ങളിൽ പോയി അവരങ്ങനെ ജീവിച്ചു. ആ ജീവിതം കണ്ടുകൊണ്ട് അവരുടെ സത്യസന്ധതയും സൽസ്വഭാവവും കണ്ടുകൊണ്ട് ഇത് മാതൃകായോഗ്യമായ ഒരു ജീവിതക്രമമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലോകത്തുടനീളം പരിശുദ്ധ ഇസ്ലാം പ്രചരിച്ചത്. നിർബന്ധ മതപരിവർത്തനത്തിന്റെ ഒരു ചരിത്രവും ഇസ്ലാമിക ചരിത്ര ലോകത്ത് ആർക്ക് അന്വേഷിച്ചാലും കണ്ടെത്താൻ സാധിക്കില്ല. ഈ നാടിന്റെ ബഹുസ്വരത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ഇസ്ലാമിക പ്രബോധനം, ഇസ്ലാമിക സമൂഹം ഇത്രമേൽ തടച്ചു വളരാനുള്ള കാരണം എന്താണെന്ന് ചരിത്ര പണ്ഡിതന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായി ഇന്ത്യയിലെ സകല ആധികാരിക ചരിത്രകാരന്മാരും ഏകകണ്ഠമായി പറയുന്ന ഒരു ഉത്തരമുണ്ട്. ഇസ്ലാം ഇന്ത്യയിൽ ഇത്രമേൽ പടർന്നു പന്തലിക്കാൻ കാരണം ഇവിടെ അനേകം ജാതികളും മതങ്ങളും ഉപജാതികളുമായിട്ട് കഴിഞ്ഞുകൂടുന്ന ഉച്ചനീചത്വങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്തെല്ലാമോ ഉള്ള ഒരു വലിയ രാജ്യമാണ് നമ്മുടെ നാട്. ആ നാട്ടിൽ ഇത്ര ദ്രുതഗതിയിൽ പരിശുദ്ധ ഇസ്ലാം വളർന്നു വരാൻ കാരണമെന്ത്? ഇന്ത്യയിലെ ആധികാരിക ചരിത്ര പണ്ഡിതന്മാരെല്ലാം ആധികാരികമായി ഏകണ്ഠമായി പറയുന്നൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം സൂഫികളിലൂടെയാണ്, പാരമ്പര്യ ഇസ്ലാമിലൂടെയാണ്, ട്രഡീഷണൽ ഇസ്ലാമിലൂടെയാണ് ഇത്ര ദ്രുതഗതിയിൽ പരിശുദ്ധ ഇസ്ലാം വളർന്നത് എന്ന് പറയും. ആ പാരമ്പര്യ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 100 കൊല്ലത്തിനിടയിൽ പുതിയൊരാശയം പ്രചരിപ്പിച്ചിട്ടില്ല. അക്കാലം അത്രയും മുസ്ലിം സമൂഹം കേൾവിയില്ലാത്ത പുതിയൊരാശയം പ്രചരിപ്പിക്കാൻ വന്നിട്ടില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതലേ ലോകത്ത് പ്രചരിച്ചു വന്ന, കൈമാറി വന്നിട്ടുള്ള ആ പാരമ്പര്യത്തിന്റെ ശൃംഖലകളിലൂടെ കൈമാറി വന്നിട്ടുള്ള യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങളുമായിട്ട് ആര് കടന്നു വന്നാലും അവിടെ തിരുത്തു പറയാൻ, അതിന്റെ ശരിതെറ്റുകൾ കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കാൻ, വിശ്വാസി സമൂഹത്തിന്റെ ഈമാനും അമലും കാത്തു സൂക്ഷിക്കാൻ, അത്തരം തെറ്റുകളെയും വിദണ്ഡവാദങ്ങളെയും വികലമായ ആശയങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ദൗത്യം നിർവഹിച്ചു. പുതിയൊരാശയം പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. നിലവിലുള്ള ആ പാരമ്പര്യത്തിന്റെ ആശയങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തുക എന്ന ഉത്തരവാദിത്വമാണ് നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ ഈ 100 കൊല്ലത്തിനിടയിൽ വർഗീയമായ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടില്ല, തീവ്രവാദത്തിന്റെ ആരോപണം ഉയർന്നു വന്നിട്ടില്ല, ഭീകരവാദത്തിന്റെ ആരോപണം ഉയർന്നു വന്നിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പതിറ്റാണ്ടുകളായി 1951 മുതൽ ഇവിടെ മദ്രസ വിദ്യാഭ്യാസം നൽകുന്നു. നിരവധി ദർസുകൾ, അറബി കോളേജുകൾ, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പാഠപുസ്തകങ്ങളും സിലബസുകളും കരിക്കുലങ്ങളും ഉണ്ട്. അതിനൊക്കെ ചുറ്റിപ്പറ്റിക്കൊണ്ട് എന്തെല്ലാം വർഗീയമായ ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ നിമിഷം വരെ സമസ്തയുടെ ഏതെങ്കിലും ഒരു പാഠ്യപദ്ധതിയോ പാഠപുസ്തകയോ ചോദ്യ പേപ്പറിനെ പോലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ, രാജ്യവിരുദ്ധമായ, സമുദായ സൗഹാർദ്ദത്തിന് നിരക്കാത്ത വർഗീയത പ്രചരിപ്പിക്കുന്ന, ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ആശയം കടന്നുകൂടിയെന്ന് എതിരാളികൾക്ക് പോലും ഈ നിമിഷം വരെ ആരോപിക്കാൻ സാധിച്ചിട്ടില്ല.
അത്രയും സത്യസന്ധമായിട്ടാണ് ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ അതിന്റെ പാഠ്യപദ്ധതി മുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. 1951 ആരംഭിച്ചതാണ് സമസ്തയുടെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ്. ആ മദ്രസ പ്രസ്ഥാനം ഇന്ന് 11,000-ലധികം വരുന്ന ഫിസിക്കൽ മദ്രസകൾ നടത്തുമ്പോൾ തന്നെ സമസ്തയുടെ മദ്രസ സംവിധാനം ഇല്ലാത്ത പ്രദേശങ്ങളിൽ സമസ്ത വിഭാവന ചെയ്യുന്ന ദീനീ വിദ്യാഭ്യാസം ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഓൺലൈനിലൂടെ മദ്രസ വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ ഈ 100ാം വാർഷികത്തിന്റെ ഭാഗമായി പുതിയ പദ്ധതി ആരംഭിച്ചു. എങ്ങനെയാണ് ആ പദ്ധതി? നിങ്ങൾ ഈ പാലത്തിങ്കൽ വർഷങ്ങളായിട്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരമുള്ള ഒരു മദ്രസ നടക്കുന്നുണ്ട്. ആ മദ്രസയിലേക്ക് രാവിലെയോ വൈകുന്നേരമോ നേരിട്ട് ക്ലാസ്സിൽ വന്ന് ഹാജരാകാൻ താല്പര്യമില്ലാത്തൊരു കുട്ടിക്ക് അല്ലെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക്, നമ്മളെ നാട്ടിൽ മദ്രസയുണ്ട്, പക്ഷെ ഞങ്ങൾ മദ്രസയിൽ പോകുന്നില്ല, ഞങ്ങൾക്ക് ഓൺലൈൻ മദ്രസ വേണം എന്ന് പറഞ്ഞാൽ സമസ്ത ഓൺലൈൻ മദ്രസ കൊടുക്കൂല. നേരെ മറിച്ച് സമസ്തയുടെ മദ്രസ ഇല്ലാത്ത പ്രദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ലോകത്തിന്റെ ഏത് ദിക്കിലാണെങ്കിലും സമസ്തയുടെ മദ്രസ ഇല്ലാത്ത പ്രദേശമാണോ അവിടെ സമസ്തയുടെ മദ്രസ പാഠ്യപദ്ധതി അനുസരിച്ചുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം നൽകുന്ന ഇ ലേണിംഗ് എന്ന് പറയുന്ന ഓൺലൈൻ മദ്രസ ആരംഭിച്ചു. 2 വർഷമേ ആയിട്ടുള്ളൂ ആരംഭിച്ചിട്ട്. സമസ്തയുടെ 100ാം വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിച്ച ഒരു ബൃഹത്തായ പദ്ധതിയാണ്. കേവലം 2 വർഷം കൊണ്ട് ഇന്ന് ലോകത്തെ 30 രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളാണ്, അതിശയോക്തി കൊണ്ട് പറയുന്നതല്ല, ലോകത്തെ 30 രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളാണ് സമസ്തയുടെ ഇ ലേണിംഗ് എന്ന് പറയുന്ന ഓൺലൈൻ മദ്രസയിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ സമസ്തയുടെ ആസ്ഥാനത്ത് വന്നാൽ അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ സമസ്തയുടെ ഇ ലേണിംഗ് മദ്രസയുടെ ഓൺലൈൻ മദ്രസയുടെ സ്റ്റുഡിയോകൾ കാണാം. 24 മണിക്കൂറും ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലുള്ള സമസ്തയുടെ ഇ ലേണിംഗ് മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ തദ്ദേശീയമായ ഭാഷയിൽ അവരുടെ സൗകര്യപ്രദമായ സമയത്ത് വിവിധ ഭാഷകളിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകരെ, ക്ലാസ് എടുക്കുന്ന സ്റ്റുഡിയോകൾ അവിടെ കണ്ടെത്താൻ സാധിക്കും. ദീനീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കലർപ്പില്ലാത്ത യഥാർത്ഥ വിദ്യാഭ്യാസം, ഒരു വികലമായ ആശയങ്ങൾക്കും അവിടെ പഴുതില്ലാത്ത വിധം പാരമ്പര്യമായി പ്രാമാണികമായി എങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ കാലം മുതൽ, താബീങ്ങളുടെ കാലം മുതൽ, ഇമാമുമാരുടെ കാലം മുതൽ പാരമ്പര്യമായി ദീർഘമായ ഈ 10-15 നൂറ്റാണ്ട് കാലം ലോകത്തെ പാരമ്പര്യ മുസ്ലിങ്ങൾ പഠിപ്പിച്ചത്, അതേ വഴിയിലൂടെ, സത്യസന്ധമായ ശുദ്ധമായ വഴിയിലൂടെ ആ ദൗത്യം ഇന്നത്തെ പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മദ്രസകൾ, നമ്മുടെ അറബി കോളേജുകൾ, നമ്മുടെ ദർസുകൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വലിയ മാറ്റം, അത് അറബി ഭാഷ അറിയാവുന്ന ആർക്കും പഠിപ്പിക്കാൻ കഴിയുന്ന, അറബി ഭാഷയും വ്യാകരണവും അറിയാവുന്ന ആർക്കും ഫത്വ കൊടുക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസമല്ല. നമ്മുടെ പ്രമാണങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞതിനനുസൃതമായിട്ട് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്ന, വ്യാഖ്യാനിക്കുന്ന ഒരു പാഠ്യക്രമം, അത് അതിന്റെ ആ പ്ലാറ്റ്ഫോമിനകത്ത് നിന്നുകൊണ്ട് അതിന്റെ രീതിശാസ്ത്രം അനുസരിച്ചുകൊണ്ട് അതിന്റെ നിയമങ്ങൾക്ക് വിധേയമായി മാത്രം ദീൻ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം, അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ചത്. സമസ്തക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ ഓഫർ പ്രഖ്യാപിക്കാം. ഇപ്പൊ നിലവിൽ 11,000 മദ്രസയാണുള്ളത്. അപ്പൊ സമസ്ത ഒരു പ്രഖ്യാപനം നടത്തുക, ഇവിടെയുള്ള സുന്നിക്കും മുജാഹിദിനും ജമാഅത്ത് ഇസ്ലാമിക്കും തബ്ലീഗുകാരനും ഇതൊന്നും അല്ലാത്തവർക്കും മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും സ്വീകാര്യോഗ്യമായിട്ടുള്ള ഒരു ജനറൽ സിലബസ് ആരംഭിച്ചുകൊണ്ട് സമസ്ത ഒരു മദ്രസ സംവിധാനം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ 11,000 മദ്രസ ഒരൊറ്റടിക്കുവാണെങ്കിൽ 20,000-ഓ 25,000-ഓ ആവും.
കാരണം മദ്രസ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശദീകരിക്കേണ്ടതില്ല, അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതിന് ശമ്പളം കൊടുക്കാനും അതിന്റെ വരുമാനം കണ്ടെത്താനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദിനേന നിർവഹിക്കാനൊക്കെ വലിയ പ്രയാസമാണ്. അപ്പൊ ചെറിയ ചെറിയ സംഘടനകൾക്ക് ചെറിയ ചെറിയ ആശയങ്ങളുമായി കൊണ്ടു നടക്കുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടി യോജിക്കാവുന്ന ഒരു സിലബസാണ് സമസ്ത ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ പറയും മദ്രസമാണ് നിങ്ങൾ എടുത്തോളി, ഞങ്ങളെ കുട്ടികളൊക്കെ തരാമെന്ന് പറയും. സമസ്ത എന്താണ് അങ്ങനെ ഒരു ഓഫർ പ്രഖ്യാപിക്കാത്തത്? സമസ്തയുടെ മദ്രസയുടെ ലക്ഷ്യം, സമസ്തയുടെ ദീനീ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഒരു കനേശുമാരി മുസ്ലിമിനെ സൃഷ്ടിക്കലല്ല, കേവലം ഇസ്ലാമിന്റെ പ്രാഥമികമായ അറിവുകൾ കൈമാറുന്ന ഒരു ചടങ്ങ് തീർക്കൽ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം പരിശുദ്ധ ഇസ്ലാമിനെ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമായിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസൃതമായിട്ടായിരിക്കണം ഇവിടെ ദീൻ പഠിക്കേണ്ടത് എന്ന കണിശമായ താല്പര്യം സമസ്ത കേരള ജമിയത്തിനുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് മദ്രസയുടെ സിലബസ് ആണെങ്കിലും അറബി കോളേജിന്റെ സിലബസ് ആണെങ്കിലും ദർസിന്റെ സിലബസ് ആണെങ്കിലും ദീൻ പഠിപ്പിക്കുന്ന ഏത് പ്ലാറ്റ്ഫോമുകളാണെങ്കിലും അവിടെയെല്ലാം സമസ്ത കേരള ജമിയത്തുലമ വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം ആ ദീനീ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് താല്പര്യപ്പെടുന്നത് ഒരു തെറ്റാണോ? ഒരു ആദർശ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ സ്വാഭാവികമായി നടന്നു പോകുന്ന ഒരു രീതിയാണ്. ഈ രീതി സ്വീകരിച്ചതുകൊണ്ടാണ് ഇന്നുവരെ ഇവിടുത്തെ ബിദഅി പ്രസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന ആശയപാപ്പരത്വത്തിലേക്ക് സമസ്ത കേരള ജമിയത്തുലമ എത്താതെ പോയത്. ബിദഅി പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഒരു വിശദമായ വിശകലനത്തിന് മുതിരേണ്ടതില്ല, നമ്മളൊക്കെ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം പറയാം, 100 വർഷം തികയുന്ന ഈ സമയത്ത് വളരെ അഭിമാനത്തോടുകൂടി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ മാത്രമല്ല, മലയാളി സമൂഹത്തിന് മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, സമസ്ത കേരള ജമിയത്തുലമ അതിന്റെ 100ാം വാർഷികത്തിലേക്ക് എത്തിയിരിക്കുന്നു. സമസ്തയുടെ പ്രായമുള്ള മറ്റു പല മതസംഘടനകളും കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്തയുടെ അത്ര പ്രായമുള്ള എന്നാൽ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ധാരാളം സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഘടനകളെല്ലാം മുസ്ലിമിന്റെ വിശ്വാസത്തിന്, അവന്റെ സംസ്കാരത്തിന്, അവന്റെ ആചാരാനുഷ്ഠാന ക്രമങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി യഥാർത്ഥ ദീനിന്റെ വഴികളിലൂടെ ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടി ഈ സംഘടനകളെല്ലാം എന്ത് സംഭാവന ചെയ്തു എന്ന് വിചാരണ ചെയ്യപ്പെടേണ്ട, വിലയിരുത്തപ്പെടേണ്ട ഒരു സന്ദർഭമാണിത്. അവിടെയാണ് സമസ്ത കേരള ജമിയത്തുലമ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വലിയ സംഭാവനകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ഒരു ഭാഗത്ത് നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായം ആചരിച്ചനുഷ്ഠിച്ചു വന്നിരുന്ന ആശയങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാന ക്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതെല്ലാം അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, ജീർണതയാണ്, അതിനേക്കാൾ അപ്പുറം ഇതൊക്കെ ബഹുദൈവ വിശ്വാസമാണ്, ശിർക്കാണ് ഇവർ ചെയ്യുന്നത് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ബിദഅി പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിനെതിരെ രംഗത്ത് വന്നത്. നമ്മൾ ആലോചിക്കണം, ചെറിയ ആരോപണമല്ല. മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഒരു സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ശിർക്കാണ്, ബഹുദൈവ വിശ്വാസത്തിലേക്കാണ് സമൂഹത്തെ നയിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചപ്പോഴാണ് ആ ശുദ്ധമായ തൗഹീദിന്റെ അർത്ഥവും വ്യാഖ്യാനവും അതിന്റെ ആശയവും ആദർശപരമായ കാഴ്ചപ്പാടും ഈ സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും ഈ വികലമായ ആശയങ്ങളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാനും പണ്ഡിതന്മാർ നിർബന്ധിതരാകുന്നത്. ഒരു കാലത്ത് മഹാന്മാരായ പണ്ഡിതന്മാർക്കെതിരെ ഇതുപോലുള്ള ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് അവർക്കെതിരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് അവരെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം അവസാനം എന്തായി? ആ മുജാഹിദ് പ്രസ്ഥാനം പൊട്ടിപ്പിളർന്ന് ഇന്ന് ചുരുങ്ങിയത് 8 ഗ്രൂപ്പുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുങ്ങിയത് 8 ഗ്രൂപ്പുകളായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അഭിപ്രായ വ്യത്യാസം?
സംഘടനാ തർക്കമാണോ? ഭാരവാഹി തർക്കമാണോ? സ്വത്ത് തർക്കമാണോ? ഏതെങ്കിലും ഭൗതികമായ അഭിപ്രായ വ്യത്യാസങ്ങളാണോ? വ്യക്തിപരമായ തർക്കങ്ങളാണോ? ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനം തൗഹീദാണ്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ ഗുരുതരമായ ശിർക്കാരോപണവുമായി രംഗത്ത് വന്നവർ ഇന്ന് തൗഹീദിന്റെ പേരിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു കാലത്ത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിന്റെ ഉന്നയിച്ചിരുന്ന ശിർക്കും കുഫറും അവർ ഇന്ന് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി നടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ആ സംഘടന അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആദർശ പാപ്പരത്വത്തിന്റെ ആഴമാണ് അത് സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഒന്നു മാത്രം ചിന്തിച്ചാൽ മതി, ഇത്തരം ആളുകൾക്കൊന്നും മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് വിശ്വാസപരമായി കർമ്മപരമായി നിങ്ങൾ സഞ്ചരിക്കേണ്ട വഴി ഇതാണ് എന്ന മാർഗനിർദ്ദേശം കൊടുക്കാനൊന്നും ധാർമ്മികമായി യാതൊരു അവകാശവുമില്ല എന്ന് ഏത് സാധാരണക്കാരനും ബോധ്യമാവും. ഇവിടെ രാഷ്ട്രീയ ഇസ്ലാം പ്രചരിപ്പിക്കാമെന്ന സംഘടനയായിരുന്നല്ലോ ജമാഅത്ത് ഇസ്ലാമി. ആ സംഘടന ഇന്ന് നമ്മളാരും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെ അത് വ്യാപകമായി ചർച്ചയ്ക്ക് വിഷയീഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചർച്ചയിൽ പല താല്പര്യങ്ങളുണ്ടാകും. ആ ചർച്ചയിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാകും. പക്ഷെ അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. പക്ഷേ അവിടെയും നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടുത്തെ സഹോദര സമുദായങ്ങൾക്കിടയിൽ മുസ്ലിം സമുദായത്തെ വ്യാപകമായി തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന രീതിയിലുള്ള അപകടകരമായ ആശയമാണ് ജമാഅത്ത് ഇസ്ലാമി പ്രചരിപ്പിച്ചത്. ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ, മതേതരത്വത്തെ, ഈ ബഹുസ്വര സംസ്കാരത്തെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, സർക്കാർ ജോലി സ്വീകരിക്കാൻ പാടില്ല, സർക്കാർ കലാലയങ്ങളിൽ മക്കളെ പഠിപ്പിക്കാൻ പാടില്ല, കോടതിയിൽ ഹർജി കൊടുക്കാൻ പാടില്ല, ജനാധിപത്യ ഗവൺമെന്റിനെ അംഗീകരിക്കാൻ പാടില്ല. അത് താഗൂത്തിന്റെ ഭരണകൂടമാണ്, പൈശാചിക ഭരണകൂടമാണ്. ഇവരുടെ പഠിപ്പിച്ചില്ലേ? അന്ന് സമസ്തയുടെ സമുന്നതനായ നായകൻ മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അള്ളാഹു പരലോകത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, വാണിയമ്പലം ഉസ്താദ് പറഞ്ഞു, ഇവര് മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. വാണിയമ്പലം ഉസ്താദ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇവർ മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമി വോട്ട് രേഖപ്പെടുത്തുന്നത് ഷിർക്കാണ് എന്ന് പറയുന്നവരാണ്. ജമാഅത്തേര് പറഞ്ഞു, ഈ മൂല്യർക്ക് മതം അറിയില്ല, രാഷ്ട്രീയം അറിയില്ല, തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഞങ്ങളെ കുറിച്ചാണോ മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്? ജമാഅത്ത് ഇസ്ലാമിയുടെ പരിണാമം കാണാൻ വാണിയമ്പലം ഉസ്താദ് ഉണ്ടായില്ല, പക്ഷെ പിന്മുറക്കാരുണ്ടായല്ലോ. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുന്ന ഷിർക്കാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, ആ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഭരണകൂടം പൈശാചിക ഭരണകൂടമാണ്, ആ ഭരണകൂടത്തെ അംഗീകരിക്കൽ ഷിർക്കാണ് എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകളോട് പറയുന്നു. അതിനുശേഷം പുതിയ ആയത്തിറങ്ങിയോ? പുതിയ വല്ല ഹദീസും കണ്ടുപിടിച്ചോ? ഈ രാജ്യത്തിന്റെ വ്യവസ്ഥകൾക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നോ? ഒന്നും സംഭവിച്ചിട്ടില്ല. ആ അപകടകരമായ ആശയങ്ങൾ പറയാൻ പാടില്ല, അത് പരസ്യമായി പറയാൻ പറ്റാത്തതാണ് എന്ന സ്വയം ബോധ്യത്തിലേക്ക് വന്നു. അവർ തിരുത്തി പറയാൻ നിർബന്ധിതരായി. ജമാഅത്ത് ഇസ്ലാമിയുടെ ഇന്നും ജീവിച്ചിരിക്കുന്ന വളരെ സമുന്നതനായ അവരുടെ ഏറ്റവും മുതിർന്ന ഒരു നേതാവുണ്ട്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. അദ്ദേഹം ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപകനായിരുന്നു. സർക്കാർ ശമ്പളം വാങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചാൽ അത് ഹറാമിന്റെ ഭക്ഷണമാകുമെന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഫത്വ കൊടുത്ത മുമ്പ് രാജിവെച്ചു പോകുന്നു. ആ ജോലി രാജിവെച്ചു പോകുന്നു. പക്ഷെ സംഘടന നിലപാട് മാറ്റി. പിന്നെ സ്കൂളിൽ തിരിച്ചു പോകാൻ പറ്റുമോ? ഇപ്പൊ തേരാവാര നടക്കുക. ഇങ്ങനെ എത്ര ആളുകൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെതിരെ ഉന്നയിച്ചത് നിങ്ങൾ വോട്ട് ചെയ്യുന്ന മോശമാണെന്നല്ല പറഞ്ഞത്, ഈ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നല്ല പറഞ്ഞത്, അത് ഷിർക്കാണ്. ഗുരുതരമായ ഒരു കുറ്റകൃത്യമായിട്ട് സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി. ഏത് ബിദഅ പ്രസ്ഥാനം എടുത്തു നോക്കിയാലും
മുസ്ലിം സമുദായത്തിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു, വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു, അവരുടെ ഈമാനിന് പോലും കളങ്കമുണ്ടാക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നത് ഒരു ഭാഗത്ത് തെറ്റ്. മറുഭാഗത്ത് നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. അവിടെയാണ് ഈ ബഹുസ്വരതയെ നിഷേധിക്കുന്ന, ഈ മതേതര പാരമ്പര്യത്തെ ബല കുറച്ച് കാണിക്കുന്ന, ഈ നാടിന്റെ നന്മയെല്ലാം ഇങ്ങനെ അപഹസിക്കുന്ന രീതിയിലുള്ള ആശയങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തെറ്റാണ്, ഇതുമായി ഇസ്ലാമിന് ബന്ധമില്ല എന്ന് പറയാൻ ഒരു സമസ്തകാല ജമിയത്തുലമ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഈ ആശയങ്ങൾക്ക് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല, ഇതാണ് ഇസ്ലാം എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഇങ്ങനെ കാഴ്ചപ്പാട് ഇസ്ലാമിക സമൂഹത്തിനില്ല എന്ന് പറയാനും വിശദീകരിക്കാനും സമസ്തയെ പോലുള്ള ഒരാധികാരികമായ പണ്ഡിത നേതൃത്വം ഈ സമൂഹത്തിൽ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മുടെ ലോകത്തുടനീളം വലിയ ഭീകര സംഘടന പ്രത്യക്ഷപ്പെട്ടത്, ISIS, ഇസ്ലാമിക് സ്റ്റേറ്റ്. അബൂബക്കർ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ലോകത്ത് വലിയ സ്ഫോടനങ്ങൾ നടത്തുന്നു, അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു, വലിയ അട്ടിമറികൾക്ക് ആസൂത്രണം ചെയ്യുന്നുവെന്ന വാർത്തകൾ വരുന്നു. അതിന് പുറമെ ഇവർ അക്രമം നടത്തുന്ന പ്രദേശങ്ങളും ചുറ്റുപാടുകളൊക്കെ നോക്കുമ്പോൾ വലിയ വലിയ മക്ബറകളാണ് സ്ഫോടനത്തിലൂടെ തകർക്കുന്നത്. ഷെയ്ഖ് റിഫായി തങ്ങളുടെ മക്ബറ തകർക്കുന്നു. അങ്ങനെയുള്ള വലിയ വലിയ മക്ബറകൾ ബോംബ് വെച്ച് തകർക്കുന്ന ഒരു സിസ്റ്റം. എന്താ ഉദ്ദേശം? ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക, ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കുക. ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ എന്തിനാ മക്ബറ തകർക്കുന്നത്? ISIS എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയുടെ ഉറവിടം എന്താണെന്ന് അന്വേഷണം ആരംഭിച്ചു. ആര്? സമസ്തയല്ല, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാരല്ല, ഏതെങ്കിലും മുസ്ലിം സംഘടനയല്ല, ലോകത്തുള്ള ചരിത്ര പണ്ഡിതന്മാരും സാമൂഹ്യ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങി. ആ അന്വേഷണത്തിന്റെ ഒടുവിൽ എത്തിച്ചേർന്ന ഉത്തരം എന്താണ്? ISIS എന്ന് പറയുന്ന ഈ ഭീകര സംഘടനക്ക് ആശയപരമായ പ്രചോദനം നൽകിയത് വഹാബിസമാണ് എന്നല്ലേ ഉത്തരം കണ്ടെത്തിയത്? സമസ്ത തീരുമാനമെടുത്തതാണോ? ആ വഹാബിസത്തിന്റെ പിന്മുറക്കാരല്ലേ നമ്മുടെ നാട്ടിലെ ബിദായി പ്രസ്ഥാനക്കാരെല്ലാവരും? മുജാഹിദ് 8 ഗ്രൂപ്പുകളായി പിളർന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ 8 ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പും മുഹമ്മദ് അബ്ദുൽ വഹാബിനെ തള്ളി പറയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബുലാല മൗദൂദിയാണ്, പക്ഷേ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ തള്ളി പറയില്ല. തബ്ലീഗ് ജമാഅത്ത് ബിദഅി പ്രസ്ഥാനമാണെന്ന് സമസ്തകാല ജമിയത്തുലമ 1965 ഖണ്ഡിതമായി പ്രഖ്യാപിച്ചതാണ്. ആ തബ്ലീഗ് ജമാഅത്ത് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ തള്ളി പറയില്ല. കേരളത്തിലെ ഏത് ബിദഅി പ്രസ്ഥാനങ്ങളും പരിശോധിച്ച് നോക്ക്, മുഹമ്മദ് അബ്ദുൽ വഹാബിനെ തള്ളി പറയില്ല. ഈ വഹാബിസത്തിലൂടെ പുറത്തു വരുന്ന ഈ അപകടകരമായ ആശയങ്ങളുമായി മുസ്ലിം സമുദായം അകന്നു നിൽക്കണമെന്ന് പറയേണ്ട ഒരു സമസ്തകാല ജമിയത്തുലമ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു ഈ സമൂഹത്തിന്റെ അവസ്ഥ? വേറൊരു കൂട്ടർ പറഞ്ഞു, ഈ മുജാഹിദ് വിഭാഗത്തിന്റെ ആശയപരമായ ഉൾപ്പിരിവുകളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള പുതിയൊരാശയക്കാർ അവർ പറഞ്ഞു, നമുക്കൊക്കെ തൗഹീദിൽ അധിഷ്ഠിതമായിട്ട് ജീവിച്ചു മരിക്കണം, യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിച്ചു മരിക്കണം. യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിച്ചു മരിക്കണമെങ്കിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാനേ പറ്റില്ല. അതിനെന്തു വേണം? ശുദ്ധമായ ഇസ്ലാമിക പ്രകൃതത്തിൽ ജീവിക്കാവുന്ന പ്രദേശങ്ങളിലേക്ക് ഹിജറ പോകണം. കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് ഇവിടെ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഹിജറ പോകണമെന്ന് പഠിപ്പിച്ചത് ആരാണ്? കേരളത്തിലെ മുജാഹിദ് ആശയഗതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയപ്രചാരകരല്ലേ? പലരും ഹിജറ പോയല്ലോ, ദമ്മാജിലേക്കും സിറിയയിലേക്കുമൊക്കെ കുടുംബസമേതം ഹിജറ പോയല്ലോ. എന്താണ് ഇവരുടെ വാദം? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഒരുമിച്ച് കഴിഞ്ഞുകൂടുന്ന കേരളത്തിൽ, ഇന്ത്യയിൽ, ഈ ബഹുസ്വര സമൂഹത്തിൽ ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റില്ലത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മദീന കാലഘട്ടം തന്നെ നമ്മുടെ മുമ്പിൽ ഇസ്ലാമിക സമൂഹത്തിന് മുമ്പിന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ ആ ബഹുസ്വരത ഉൾക്കൊള്ളുന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്.
അവിടെ ഉണ്ടായിരുന്നു ഭൂരിപക്ഷവും ന്യൂനപക്ഷവും, ബഹുദൈവ വിശ്വാസികളും ഏകദൈവ വിശ്വാസികളും, ഇസ്ലാമിന്റെ ശത്രുക്കളും മിത്രങ്ങളും എല്ലാം ഒരുമിച്ച് കൂടുന്ന പ്രദേശമായിരുന്നു. അവിടെയല്ലേ ഇസ്ലാമിക പ്രബോധനം നടന്നത്, മാതൃകായോഗ്യമായ ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ എത്രയെത്ര നൂറുകണക്കിന് ആയിരക്കണക്കിന് പണ്ഡിതന്മാർ, സൂഫിവര്യന്മാർ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചു. ബഹുസ്വര സമൂഹത്തിലായിരുന്നില്ലേ? നമ്മൾ ഏകദേശം ഇങ്ങനെ ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടുന്ന് ഹിജറ പോകണം, ഏതെങ്കിലും അറബ് രാജ്യത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞോ? ഈ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ പോലും നമ്മൾ അറിയണം, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇതാ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രമുണ്ടാക്കുന്നു. മുസ്ലിങ്ങൾക്ക് വേണ്ടി സ്വന്തമായി രാഷ്ട്രം നൽകപ്പെട്ടപ്പോൾ പോലും ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കാനും ഇവിടെ തന്നെ മരിക്കാനുമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന 6 കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തങ്ങി സ്വന്തം സമുദായത്തിന്റെ പേരിൽ കെട്ടിപ്പൊക്കിയ പാകിസ്ഥാനിലേക്ക് പോയില്ല, ഇന്ത്യയിലാണ് അവർ തുടർന്നത്. ഈ ബഹുസ്വരതയെ നിഷേധിക്കുന്ന, ബഹുസ്വരത ഉൾക്കൊള്ളാത്ത ഒരു പാരമ്പര്യം ഇസ്ലാമിക സമൂഹത്തിലില്ല. പക്ഷേ ഈ ബിദഈ പ്രസ്ഥാനക്കാർ അത് ഈ സമുദായത്തിൽ പഠിപ്പിച്ചു. പിന്നെ നമ്മളൊക്കെ ഇത് പറയുമ്പോൾ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നരേന്ദ്രമോദി ഭരിക്കുകയല്ലേ എന്ന്. നരേന്ദ്രമോദി ഭരിക്കുമ്പോഴൊന്നും പറയാൻ പാടില്ല. രാജ്യത്തെ മുസ്ലിങ്ങൾ കടുത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പൗരത്വ ഭേദ നിയമം പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്, വഖഫ് ഭേദ നിയമം പാസ്സാക്കപ്പെട്ടു. ഇനി എന്തൊക്കെ അവിടെ സംഭവിക്കാൻ പോകുന്ന അറിയില്ല. ഇതാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വന്നുകൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണ് ബീഹാറിൽ പോലെ ആസാം പോലെ ഇനി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? സമൂഹത്തിന് മുമ്പിൽ ഒട്ടാകെ പരിശുദ്ധ ഇസ്ലാമിനെ കരിവാരി തേറ്റുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന, വികലമായി ചിത്രീകരിക്കുന്ന ആശയക്കാരെയെല്ലാം അവർക്ക് നമ്മുടെ ആളുകളാണ്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പണിയാണോ ഇവിടുത്തെ പണ്ഡിതന്മാർ നിർവഹിക്കേണ്ടത്? മുസ്ലിം സമുദായത്തെ മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആശയപ്രചാരണങ്ങൾ നടക്കുമ്പോൾ അതിന്റെ നേരും നെറിയും ഈ സമുദായത്തിന് മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട്. ആ ദൗത്യമാണ് പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളത്. ഇത് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനല്ല, മുസ്ലിം സമുദായത്തിൽ ചേരിതിരിവുണ്ടാക്കാനല്ല. മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ പറയപ്പെട്ടവരെല്ലാം ചേർത്തിരുത്തി അത്തരം കൂട്ടായ്മയോട് സഹകരിക്കുന്നവരാണ് സമസ്ത കേരള ജമിയത്തുലമയും പോഷക സംഘടനകളും. പക്ഷേ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് അന്യമായ അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വന്നാൽ പണ്ഡിതന്മാരുടെ ദൗത്യം നിർവഹിക്കും, സ്വാഭാവികമല്ലേ? അത്രേ സമസ്ത കേരള ജമിയത്തിലൂടെ ചെയ്തിട്ടുള്ളൂ. പിന്നെ മോഡി ഭരിക്കുന്ന കാലമാണ്, വളരെ അപകടകരമായ സാഹചര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ സമസ്ത ഉണ്ടാക്കിയത് 1926-ലാണ്. അന്ന് ഇവിടെ ബ്രിട്ടീഷുകാരെ ഭരിച്ചിരുന്നത്, നാടിന് സ്വാതന്ത്ര്യം പോലും ഇല്ല. അന്ന് പട്ടിണിയും പരിവട്ടമായിരുന്നു. നേരെ ചെവ്വേ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത, വിദ്യാഭ്യാസം നേടാൻ വകയില്ലാത്ത, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വകയില്ലാത്ത പട്ടിണി പാവങ്ങളായി കഴിഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് പല ആളുകൾ നാട് കടത്തപ്പെടുന്നു, കുറെ ആളുകൾ ജയിലിലടക്കപ്പെടുന്നു, കുറെ ആളുകൾ ഒളിവിൽ താമസിക്കുന്നു. വളരെ ഭീതിതമായൊരവസ്ഥ. അക്കാലത്ത് ഈ ബിദഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോ, അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടപ്പോ ആരെങ്കിലും ഒരാൾ പറഞ്ഞോ ഏതായാലും സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുകയല്ലേ, സ്വാതന്ത്ര്യ സമരമൊക്കെ അവസാനിച്ച് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടേതായ ഒരു ഗവൺമെന്റ് ഒക്കെ വരട്ടെ, എന്നിട്ട് മതി ഈ സംഘടനയും സംവിധാനവും എന്ന് പറഞ്ഞോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രധാനം അവന്റെ വിശ്വാസ സംരക്ഷണമാണ്. ആ വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി പണിയെടുക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരമപ്രധാനം ആ സമുദായത്തിന്റെ ഈമാനിന് കാവൽ നിൽക്കുക എന്ന ഉത്തരവാദിത്വമാണ്. ആ ഈമാനിന് കാവൽ നിൽക്കുക എന്ന ഉത്തരവാദിത്വമാണ് സമസ്ത കേരള ജമിയത്തുലമ നിർവഹിച്ചത്. ഈ ബിദഈ പ്രസ്ഥാനങ്ങളെ കുറിച്ചും അപകടകരമായ വികലമായ ആശയങ്ങളോട് പ്രചരിപ്പിക്കപ്പെട്ട സമയത്തൊക്കെ അതിന്റെ തെറ്റും ശരിയും ഈ സമുദായത്തിന് മുമ്പിൽ സമസ്ത കേരള ജമിയത്തുലമ വിശദീകരിച്ചു. മതപരമായ കാര്യത്തിൽ, ദീനിയായിട്ടുള്ള വിഷയങ്ങളിൽ
ഈ 100 കൊല്ലത്തിനിടയിൽ സമസ്ത കേരള ജംഇയ്യത്തിലും ഒട്ടേറെ തീരുമാനങ്ങളിവിടെ പ്രഖ്യാപിച്ചല്ലോ, ഒട്ടേറെ ഫത്വകൾ പുറപ്പെടുവിച്ചല്ലോ. ഈ 100 കൊല്ലത്തിനിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുലമ ദീനുമായി ബന്ധപ്പെട്ട് സമുദായത്തിന് മുമ്പിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു തീരുമാനം പിൽക്കാലത്ത് അവർക്ക് പിൻവലിക്കേണ്ടി വന്നു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. എന്താ കാരണം? അത് മീറ്റിംഗ് കൂടിയിട്ട് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ച് തീരുമാനമെടുക്കുന്ന പരിപാടിയല്ല. മതപരമായ കാര്യങ്ങളിൽ മതത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി ഈ സമുദായത്തോട് സംസാരിച്ചു. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ ചെയ്തത്. ആ ആശയപരമായ ഭദ്രത ഈ സമുദായത്തിനകത്ത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സമൂഹത്തെ പ്രാപ്തമാക്കി. അതിനാണ് ഈ മദ്രസകളും പള്ളികളും ദർസുകളും അറബി കോളേജും മഹല്ല് സംവിധാനം എല്ലാം ഉണ്ടാക്കിയത്. ഇത് പറയുമ്പോൾ സമസ്ത എത്ര മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട്, സമസ്ത എത്ര പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ പള്ളിപ്പണി നടക്കുന്ന സമയത്ത് സമസ്തന്ന് സംഭാവന കൊടുന്നോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഒരു കാര്യം അറിയണം, നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് ഏതെങ്കിലും ഒരു ആജിയാർ 10 സെന്റ് സ്ഥലം തന്നിട്ട് ഇവിടെ ഒരു മദ്രസ പണിയാൻ ഞാനിത് ആ സ്ഥലം വഖഫ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടുകാരൊക്കെ യോഗം കൂടിയിട്ട് മദ്രസ പണിയാൻ ആവശ്യമായിട്ട് ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ട് സംഭാവന പിരിക്കും. വഴല് നടത്തിയിട്ടും ഗൾഫിലുള്ള സുഹൃത്തുക്കൾക്ക് ഫോൺ ചെയ്തിട്ടും കഷ്ടപ്പെട്ട് പിരിവ് നടത്തിയിട്ടൊക്കെ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മദ്രസയുടെ നിർമ്മാണം പൂർത്തിയാക്കും. ഉദ്ഘാടനം ആകുമ്പോൾ ആ നാട്ടുകാർ കൂടി തീരുമാനിക്കും, ഈ മദ്രസയിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അനുസരിച്ചാണ് ദീൻ പഠിപ്പിക്കേണ്ടത്. എന്താ തീരുമാനിക്കാൻ കാരണം? ആ നാട്ടുകാരുടെ ഏകകണ്ഠമായ തീരുമാനമാണ് ഇവിടെ ദീൻ പഠിക്കേണ്ടത്, ദീൻ പഠിപ്പിക്കേണ്ടത് അത് സമസ്ത മുഖേന ആയിരിക്കണം. കാരണം അവിടെ നിന്നാണ് യഥാർത്ഥ ദീനീ വിദ്യാഭ്യാസം ലഭ്യമാവുക എന്ന് സമുദായത്തിന്റെ പൊതുവായ വിശ്വാസമാണ്. അല്ലാതെ കെട്ടിടങ്ങളുടെ നിർമ്മാണ ചെലവോ സംഭാവനയുടെ അത് ആര് തന്നു എന്നുള്ളതോ അത് ആര് കെട്ടിപ്പൊക്കു എന്നതിനേക്കാളൊക്കെ അപ്പുറം വിശ്വാസി സമൂഹം ആഗ്രഹിക്കുന്നത് നല്ല മദ്രസയിൽ പഠിക്കണമെന്നല്ല, നല്ല സൗകര്യമുള്ള മദ്രസയിൽ പഠിക്കണമെന്നല്ല, നല്ല സൗകര്യപ്രദമായിട്ട് ദർസിൽ പഠിക്കണമെന്നല്ല, അവിടെ ദീൻ പഠിപ്പിക്കേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആശയാദർശം അനുസരിച്ചായിരിക്കണം. അഥവാ യഥാർത്ഥ ദീനാണ് പഠിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ അത് സമസ്തയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ ആയിരിക്കണമെന്ന് സമുദായത്തിന്റെ പൊതുവായ വിശ്വാസമാണ്. ആ വിശ്വാസം സമുദായത്തിൽ ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തല്ല. ഈ സമുദായത്തിന് ആ അർത്ഥത്തിലുള്ള വിശ്വാസ്യതയുടെയും അംഗീകാരവും ഈ സമുദായത്തിൽ നേടിയെടുക്കാൻ കാരണമായത് സമസ്ത കേരള ജംഇയ്യത്തുലമ അത്രമേൽ സത്യസന്ധമായി അതിനെ ദൗത്യം ഇവിടെ നിർവഹിച്ചതുകൊണ്ടാണ്. അത് ഈ പ്രസ്ഥാനം നേടിയെടുത്തൊരു വിശ്വാസ്യതയാണ്. അത് കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടൂല. ആ വിശ്വാസ്യത മറ്റൊരാൾക്ക് വിലക്കെടുക്കാൻ കഴിയില്ല. ആ വിശ്വാസ്യതക്ക് മറ്റൊരാൾക്ക് വില പറയാനും കഴിയില്ല. ആ വിശ്വാസ്യത അത് സമൂഹം നൽകുന്ന വിശ്വാസ്യതയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുലമ മതപരമായ വിഷയത്തിൽ ഇവിടെ പല തർക്കങ്ങളും മറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരാണെങ്കിലും സാമൂഹ്യ നിരീക്ഷകരാണെങ്കിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നവരാണെങ്കിലും ഒക്കെ ചോദിക്കുന്നു, അന്വേഷിക്കുന്നു, എന്താണ് ഇക്കാര്യത്തിൽ സമസ്ത എന്തു പറഞ്ഞു? സമസ്ത മുഷാവറ ഈ കാര്യത്തിൽ വല്ല തീരുമാനമെടുത്തോ? സമസ്ത ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? അങ്ങനെ കാതോർക്കുന്ന ഒരു സമൂഹം ഉണ്ടായതിന്റെ കാരണം എന്താണ്? ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആധികാരികമായി തീരുമാനം പ്രഖ്യാപിക്കപ്പെടുന്ന വേദി അത് സമസ്തയാണ് എന്ന് നമ്മൾ എവിടെയെങ്കിലും പ്രസംഗിച്ചുണ്ടാക്കിയതല്ല. അത് സമൂഹത്തിന്റെ വിശ്വാസ്യതയാണ്. ഈ ആദർശപരമായ ഭദ്രത നിലനിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ ഇവിടെ ഉണ്ടാക്കിയത്. ആ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത എന്താണ്? സമസ്ത ഇവിടെ ഒരു വിദ്യാഭ്യാസ സംസ്കാരം തന്നെ പഠിപ്പിച്ചു. ഒരു വിദ്യാഭ്യാസ സംസ്കാരം പഠിപ്പിച്ചു. അത് ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിലും മതവിദ്യാഭ്യാസമാണെങ്കിലും പുതിയ സാങ്കേതിക വിദ്യാഭ്യാസമാണെങ്കിലും ഒക്കെ അടിസ്ഥാനപരമായ ദീനീ വിദ്യാഭ്യാസത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടേ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ കുട്ടികൾ വഴിതെറ്റി സഞ്ചരിക്കും. ഇന്ന് സ്വതന്ത്ര ചിന്തകൾ വ്യാപിക്കുന്ന ഒരു കാലമാണ്. ലിബറലിസത്തിന്റെ കാലമാണ്. എല്ലാ കാര്യവും എനിക്ക് സ്വന്തം തീരുമാനിക്കാൻ കഴിയും. എനിക്ക് പ്രായപൂർത്തിയെത്തിയിട്ടുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് മാതാപിതാക്കളുടെ ആവശ്യമില്ല, പണ്ഡിതന്മാരുടെ ആവശ്യമില്ല, മഹല്ല് കമ്മിറ്റിയുടെ തീരുമാനം ആവശ്യമില്ല, എന്റെ കാര്യം എനിക്ക് തീരുമാനിക്കാം, അതെന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് പുതിയ തലമുറയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വിളിച്ചു പറയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പൊ സ്വാഭാവികമായും മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി ആ മതവിദ്യാഭ്യാസത്തോടൊപ്പം ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സംസ്കാരം ഈ സമൂഹത്തിൽ നിലനിർത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറ നമുക്ക് നഷ്ടപ്പെടുന്ന അപകടകരമായ സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. വളരെ അപകടകരമാണ്. നമ്മുടെ ക്യാമ്പസുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമ്പസിലെ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വാദഗതികൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത്ര അപകടകരമായ ഒരു തലത്തിലേക്കാണ്, മതനിഷേധത്തിലേക്ക്, ദൈവനിഷേധത്തിലേക്ക്, ഒരുതരം സ്വതന്ത്ര ചിന്തയിലേക്ക് പുതിയ തലമുറ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുതിയ തലമുറക്ക് അവന്റെ ഈമാൻ കടിച്ചുപിടിക്കാൻ ആവശ്യമായ വിധത്തിലുള്ള ദീനീ വിദ്യാഭ്യാസം നൽകി ആ തർബിയത്തിൽ വളർത്തിയിട്ട് ആ തർബിയത്തിൽ വളർന്നു വന്ന കുട്ടിക്ക് ആവശ്യമായ എല്ലാ ഭൗതിക വിദ്യാഭ്യാസവും അനുവദിച്ചു കൊടുക്കുന്ന ആ ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തെ നമ്മുടെ കുടുംബത്തിലടക്കം വളർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ അത് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിച്ചേരുക. ഇത് സമസ്തയുടെ പണ്ഡിതന്മാർ, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പണ്ടുകാലം മുതലേ പറയുന്ന കാര്യമാണ്. പണ്ടൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരത് പറഞ്ഞപ്പോ ഈ സുന്നി മൗലിയാക്കന്മാർ ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരാണ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരാണ്, ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണെന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദുരാരോപണം ഉന്നയിച്ച് ഈ പണ്ഡിതന്മാർക്കെതിരെ കള്ളപ്രചാരണം നടത്തിയ പല ആളുകളും ഇന്നും ആ പ്രചരണം നടത്തുന്ന ആളുകളുണ്ട്. എന്തായിരുന്നു? ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരായതുകൊണ്ടാണോ? ഇംഗ്ലീഷ് ഭാഷക്കെതിരായതുകൊണ്ടാണോ? അല്ല. പക്ഷെ ഏത് വിദ്യാഭ്യാസം നേടുകയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ ദീനി വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. ആ ദീനി വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭൗതിക വിദ്യാഭ്യാസമാണോ? ആ ഭൗതിക വിദ്യാഭ്യാസത്തെ നമ്മുടെ പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, ബോധപൂർവം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? ദീനി വിദ്യാഭ്യാസമില്ലാതെ ഏത് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ആരുയർന്നു വന്നാലും അതുകൊണ്ട് അവന്റെ കുടുംബത്തിന് പോലും ഗുണകരമല്ലാത്ത ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്കാണ് അവർ എത്തിച്ചേരുക. അതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനമല്ല, വിദ്യാഭ്യാസ സംസ്കാരം. ആ വിദ്യാഭ്യാസ സംസ്കാരത്തിന്റെ പ്രത്യേകത ഏതാണ്? ആ വിദ്യാഭ്യാസ സംസ്കാരം ഇവിടെ നിലനിർത്താനും പരിശീലിപ്പിക്കാനും ശ്രമിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഏത് വിദ്യാഭ്യാസ സംവിധാനം മുന്നോട്ട് പോവുകയാണെങ്കിലും അത് സമസ്തയുടെ തണലിൽ വളർന്നു പന്തലിച്ചൊരു സംവിധാനമാണെങ്കിൽ അത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് സമസ്തയുടെ നേതൃത്വം പറയുന്നത് തെറ്റാണോ? വളരെ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവിടെ ഈ പാലത്തിങ്ങൽ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി, ഈ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി കീഴിൽ ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചു. ഈ മഹല്ലിലെ ഓരോ വ്യക്തികളും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കാണുന്നത് എന്തുകൊണ്ടാ? എങ്ങനെയാണ്? അത് നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ അംഗീകാരമുള്ള സ്ഥാപനമാണ്, നമ്മുടെ മഹല്ലിന്റെ പിന്തുണയുള്ള സംവിധാനമാണ്, മഹല്ലിന്റെ പ്രോത്സാഹനവും സഹായവുമുള്ള സംവിധാനമാണ്. അത് നമ്മുടെ സ്ഥാപനമാണെന്ന് പലപ്പോഴും മഹല്ല് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ പള്ളിയിൽ നിന്നും പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നടത്താനും കൈകാര്യം ചെയ്യാനും കഴിയുന്ന ആളുകൾ അത് ഏൽപ്പിച്ചു, ഭംഗിയായി അവർ നടത്തിക്കൊണ്ടു പോകുന്നു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോ നടത്തിപ്പുകാർക്ക് തോന്നുന്നു ഇനി മഹല്ല് കമ്മിറ്റിന്റെ ആവശ്യമില്ലെങ്കിലും ഇതൊക്കെ സ്വന്തം നടത്താൻ പറ്റും, ഈ പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതൊക്കെ നടത്താവുന്നേ ഉള്ളൂ, ഇനി നിങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങളൊന്നും ആവശ്യമില്ല, ഞങ്ങൾ സ്വയം പര്യാപ്തരായിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ സ്ഥാപനം മുന്നോട്ട് വന്നാൽ നിങ്ങൾ മഹല്ല് നിവാസികൾ എന്ത് സമീപനം സ്വീകരിക്കും? ഈ മഹല്ല് നിവാസികൾ എന്ത് സമീപനം സ്വീകരിക്കും? നിങ്ങൾ ആ വാദഗതിയെ പ്രോത്സാഹിപ്പിക്കുമോ? നിങ്ങൾ അതിനെ പിന്തുണക്കുമോ? അതിനെ പിന്തുണക്കുന്നവരോട് നിങ്ങളുടെ സമീപനം എന്തായിരിക്കും? സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അറിയുന്ന ഒരു ന്യായമല്ലേ അത്? ഒരു പ്രത്യേകമായ സംവിധാനത്തിന്റെ അംഗീകാരത്തോടെ അതിന്റെ തണലിൽ വളർന്നു പന്തലിച്ച് പിന്നെ തിരിഞ്ഞുകുത്തുന്ന സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമാണ്, എതിർക്കപ്പെടും. പിന്നെ അത് അതിന്റെ യഥാർത്ഥ വഴികളിലൂടെ സഞ്ചരിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ടാക്കുന്ന സ്വഭാവത്തിലേക്കാണ് പിന്നെ അതിന്റെ മസ്ലഹത്ത് എത്തിച്ചേരുക. ആ മസ്ലഹത്ത് അംഗീകരിക്കപ്പെടുന്ന ഘട്ടത്തിലല്ലാതെ സ്വാഭാവികമായും
അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം വരില്ല. ഇത് സാധാരണ ബുദ്ധി കൊണ്ട് ആർക്കും ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കീഴിലുള്ള ഏത് വിദ്യാഭ്യാസ സംരംഭമാണെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ പടർന്നു പന്തലിച്ച് തഴച്ചു വളർന്നതാണോ അത് അതിന്റെ ആശയപരമായ, അതിന്റെ ചിന്താപരമായ, അതിന്റെ കാഴ്ചപ്പാടിലും അതിന്റെ ആദർശപരമായ ഭദ്രതയുടെ കുടക്ക് കീഴിൽ മുന്നോട്ട് പോകണം. കാരണം ആ സമസ്തയെ വിശ്വസിച്ചുകൊണ്ടാണ് ആളുകൾ അതിൽ സംഭാവന നൽകിയത്. ആ സമസ്തയിൽ വിശ്വസിച്ചുകൊണ്ടാണ് മക്കൾ അവിടെ കൊണ്ടുവന്ന് ചേർത്തത്. ആ സമസ്തയെ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ആ കെട്ടിടം നിർമ്മാണം ഏറ്റെടുത്തത്. ആ സമസ്തയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്ത്. ഒറ്റപ്പെട്ടതൊക്കെ അപവാദം ഉണ്ടായിരിക്കാം, പക്ഷേ മഹാഭൂരിപക്ഷവും ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ്. അല്ലാതെ ഇക്കാലത്ത് ഏതെങ്കിലും വ്യക്തികളെ കണ്ടുകൊണ്ടൊന്നും ആരും ഒന്നും ചെയ്യാറില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ പണ്ഡിത നേതൃത്വം സത്യസന്ധമായി കാര്യങ്ങൾ നിരീക്ഷിച്ച് ബോധ്യപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേട്ടത്, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സമുദായത്തിലെ പൊതുവായ വിഷയങ്ങൾ വരുന്ന സമയത്ത് അവിടെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇടപെടുമ്പോൾ സ്വാഭാവികമായും ഇതൊന്നും സമസ്ത ഇടപെടേണ്ട കേസല്ല എന്ന് പറഞ്ഞ് സമസ്തയെ മോശമാക്കുന്ന ചില പ്രവണതകളുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ പണ്ഡിതന്മാർ മുഷാവർ യോഗം ചേർന്നുകൊണ്ട് ഇത് സമസ്ത ഇടപെടേണ്ട സമുദായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് സമസ്ത ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അത് സതുദ്ദേശപരമായ നീക്കമാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമുദായത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളെ സമസ്തയുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്ന ഏത് കാര്യങ്ങളിലും സമസ്ത ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. 1969 കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം കൊണ്ടുവന്നു. ആ വിജ്ഞാപനം ഇങ്ങനെയായിരുന്നു: നമ്മുടെ നാട്ടിലെ വഖഫ് സ്ഥാപനങ്ങൾ, ആ വഖഫ് സ്ഥാപനങ്ങളുടെ വരുമാനത്തിന്റെ 6% വാർഷിക വിഹിതമായിട്ട് വഖഫ് ബോർഡിൽ അടക്കണം. ഇന്ന് 7% അടക്കാറുണ്ട്. 7% ഇന്ന് വഖഫ് ബോർഡിൽ അടക്കാനുള്ള മാനദണ്ഡം അത് സ്ഥായിയായ വരുമാനമായിരിക്കണം. സംഭാവനക്കോ അതേപോലുള്ള കാര്യങ്ങൾക്കൊന്നും ആ വിഹിതം ബാധകമല്ല. സ്ഥായിയായ വാടക പോലെയുള്ള സ്ഥായിയായിട്ടുള്ള വരുമാനങ്ങൾക്ക് മാത്രമാണ് 7% വഖഫ് ബോർഡിൽ ഇന്ന് നമ്മുടെ വഖഫ് ബോർഡിലേക്ക് വഖഫ് സ്ഥാപനം അടക്കാറുള്ളത്. 1969 കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനത്തിൽ പറഞ്ഞു സ്ഥായിയായ വരുമാനങ്ങൾ മാത്രം പോരാ. അന്നൊക്കെ ഒറ്റത്തെങ്ങലുണ്ടായിരുന്നു. ഓരോ വീട്ടുകാരും ഒരു തെങ്ങ് വഖഫ് ചെയ്യുക. ആ ഒരു തെങ്ങിൽ നിന്ന് ഒരു വർഷത്തിൽ കിട്ടുന്ന വരുമാനം എത്രയാണോ അതിന്റെ 6% കേന്ദ്രത്തിൽ അടക്കണം. അന്ന് പിടിയേരി സംഭാവന നൽകിയിരുന്നു. അപ്പൊ പിടിയേരിയുടെ കണക്ക് വെച്ചിട്ട് ഒരു വർഷക്കാലം എത്ര രൂപ മൂല്യത്തിന്റെ പിടിയേരി ഉണ്ടോ അതിന്റെ 6% കേന്ദ്ര സർക്കാരിൽ അടക്കണം. എന്തിനധികം പറയണം? നിക്കാഹ് കഴിച്ചാൽ പള്ളിയിൽ ഉസ്താദിന് നിക്കാഹിന്റെ പണം കൊടുക്കും. ആ നിക്കാഹിന്റെ പണത്തിന്റെ വരുമാനം ഒരു വർഷം എത്രത്തോളം ഉണ്ടോ അതിന്റെ 6% കേന്ദ്രത്തിലേക്ക് അടക്കണം. ഒരു അപകടകരമായ വിജ്ഞാപനം വന്നു. 1969 ഇങ്ങനെ വിജ്ഞാപനം വന്നപ്പോ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് നമ്മുടെ നാട്ടിലെ വഖഫ് സ്ഥാപന ഭാരവാഹികളുടെ യോഗം വിളിച്ചു. 1969 നടന്ന സംഭവം ഞാൻ പറയുന്നത്. വഖഫ് സ്ഥാപന ഭാരവാഹികളുടെ യോഗം വിളിച്ചു. യോഗം വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങനെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഈ വിജ്ഞാപനം അനുസരിച്ചുകൊണ്ട് നമ്മൾ 6% ഇങ്ങനെ കേന്ദ്ര വഖഫ് ബോർഡിലേക്ക് അടക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വളരെ അപകടം സൃഷ്ടിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ ആവശ്യമായ ചില നീക്കങ്ങൾ, ചില നിവേദനം നൽകലും ചില പ്രൊട്ടസ്റ്റുകളൊക്കെ സമസ്ത ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് നിങ്ങളൊക്കെ സഹകരണം വേണമെന്ന് പറഞ്ഞു. എല്ലാവരും സമസ്ത മുന്നോട്ട് വെച്ച ആ നീക്കത്തിന് പിന്തുണ ഉറപ്പിച്ചു. മാത്രമല്ല, ആ യോഗത്തിൽ വെച്ച് സമസ്ത കേരള വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി. വേറെ സംഘടനയാ യോഗം വിളിച്ചിട്ടില്ലേ? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ് യോഗം വിളിച്ചത്. സമസ്ത കേരള വഖഫ് സംരക്ഷണ സമിതി എന്നൊരു സമിതി ഉണ്ടാക്കി.
ഇന്നും ജീവിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള മുക്കം മൊയ്മൂൻ ഹാജി ഉൾപ്പെടെ ആ സംരക്ഷണ സമിതിയിൽ മെമ്പറായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വഫാത്തായ TK പരീക്കുട്ടി ഹാജി അന്ന് 969 ആ സംരക്ഷണ സമിതിയിൽ അംഗമായിരുന്നു. മാന്നാർ അബ്ദുൽ ഖാദർ ഹാജി പ്രധാനപ്പെട്ട ഉമറ ആയിരുന്നു, അദ്ദേഹം അതിൽ അംഗമായിരുന്നു. അങ്ങനെ വളരെ പൗരപ്രമുഖരായിട്ട് ഒരുപാട് ആളുകളെ ചേർത്ത് വെച്ചുകൊണ്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള വഖഫ് സംരക്ഷണ സമിതി എന്ന ഒരു സമിതി ഉണ്ടാക്കി. ആ സമിതിയുടെ നേതൃത്വത്തിൽ ആദ്യം ഗവർണർക്ക് നിവേദനം കൊടുത്തു. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ അന്നത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ നേരിട്ട് സന്ദർശിച്ച് നിവേദനം നൽകി. കാരണം അത്രയും ഗൗരവമുള്ള വിഷയം ആയതുകൊണ്ട് സമസ്തയുടെ ജനറൽ സെക്രട്ടറി കേന്ദ്ര മന്ത്രി ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ നേരിട്ട് കണ്ട് നിവേദനം നൽകി. തീരുമാനമാകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ നിവേദനങ്ങളും പ്രൊട്ടസ്റ്റുകളായിട്ട് മുന്നോട്ട് പോകുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്നപ്പോ ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ ഭാരവാഹികൾ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടിട്ട് അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി. 1970 വിജ്ഞാപനം തിരിച്ചു വന്നു. സ്ഥായിയായ വരുമാനം ഒഴികെ ഈ പറയുന്ന ഒറ്റത്തെങ്ങ്, പിടിയരി, നിക്കാഹിന്റെ പണം ഇതുപോലുള്ള സംഖ്യയിൽ നിന്ന് വിഹിതം അടക്കേണ്ടതില്ല എന്ന് 1970 കേന്ദ്ര സർക്കാർ ആ വിജ്ഞാപനം തിരുത്തി അറിയിച്ചു. ഇത് അന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മഹാനായ ശംസുലുമയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ഇടപെടലാണ്. ഇതൊന്നും എവിടെയും ഇത് നമ്മുടെ നേട്ടമാണെന്നൊട്ടൊന്നും എവിടെയും പ്രസംഗിച്ചടക്കാറില്ല. പക്ഷേ അടുത്ത കാലത്ത് വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാൻ പോയാലോ സുപ്രീം കോടതി പോയാലോ സമസ്ത എന്തെങ്കിലും ഇത്തരം സമുദായത്തിന്റെ പൊതുവായ വിഷയങ്ങളിൽ ഒരു പ്രസ്താവന പോലും ഇറക്കിയാൽ നിങ്ങൾ പള്ളി പോയിരുന്നാൽ പോരെ, നിങ്ങൾ മജ്‌ലിസ് നൂർ ചൊല്ലിയാൽ പോരെ എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന സാഹചര്യം വന്നതുകൊണ്ടാണ് ഇത് ഇന്നൊന്നിനും തുടങ്ങിയതല്ല. കാലങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ഒരു സംഘടനാ സംവിധാനമാണിത് എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പൊ സമുദായവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന പല വിഷയങ്ങളും ഇടപെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് യതീംഖാനകളിൽ നമ്മുടെ യതീംഖാനകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കയറിയിട്ട് ആകെ ഭീതിപ്പെടുത്തിയ ഒരു കാലം. മനുഷ്യക്കടത്ത് എന്നാ പറഞ്ഞത്. ഉത്തരേന്ത്യയിൽ നിന്ന് ഏതോ ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾ അവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം നൽകി നല്ല മിടുക്കരാക്കി വളർത്തിയെടുക്കുന്ന ഒരു സിസ്റ്റം ഇവിടുത്തെ എല്ലാ ഓർഫനേജുകളും ഉണ്ടായിരുന്നു, സംഘടനകൾക്ക് അതീതമായി. അങ്ങനെയാണ് ഇവിടുന്ന് ഇതിനെ കുറിച്ചിട്ട് മനുഷ്യക്കടത്താണ്, കുട്ടിക്കടത്താണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുട്ടികളെ അറസ്റ്റ് ചെയ്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കൊണ്ടുവന്ന അധ്യാപകർ അറസ്റ്റ് ചെയ്യുന്നു, യതീംഖാന റെയ്ഡ് ചെയ്യുന്നു, യതീംഖാന ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുക്കുന്നു. വളരെ ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം. എന്തായിരുന്നു സർക്കാർ തീരുമാനം? ഇവിടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് JJ ആക്ട് വന്നിട്ടുണ്ട്. എല്ലാ അനാഥശാലകളും JJ ആക്ടിൽ രജിസ്റ്റർ ചെയ്യണം, അല്ലാതെ ഇവിടെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മുടെ യതീംഖാനകൾ JJ ആക്ടിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള നിലവിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഒരു യതീംഖാന കമ്മിറ്റിക്ക് യതീംഖാന അടക്കാൻ കഴിയില്ല. കാരണം ഓരോ കുട്ടിക്കും കിടക്കാൻ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള കട്ടില വേണം, ഒരു റൂം ഇത്ര സ്ക്വയർ ഫീറ്റ് ആയി പാടുള്ളൂ, ആ റൂമിൽ ഇത്ര കുട്ടികളെ കിടക്കാൻ പാടുള്ളൂ, അവരുടെ ഭക്ഷണത്തിന്റെ മെനു ഇന്നതാണ്, അവരെ നോക്കാൻ വേണ്ടി ഇത്ര സ്റ്റാഫ് വേണം. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ട് ആ വ്യവസ്ഥകൾ അനുസരിച്ച് നമ്മുടെ യതീംഖാനകൾ നല്ല രീതിയിൽ നടത്താൻ സാധിക്കാത്ത രീതിയിലുള്ള വലിയ അപകടകരമായ വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ മുഴുവൻ അനാഥശാലകളെയും അടച്ചുപൂട്ടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ട കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് നല്ല മിടുക്കരായ കുട്ടികളെ വളർത്തുന്ന ആ ഒരു പ്രോസസ്സ് പൂർണ്ണമായി തടയുന്ന രീതിയിലുള്ള നീക്കം നടത്തി. പല യതീംഖാനകളും അടച്ചുപൂട്ടുന്ന കാര്യം ആലോചിച്ചു. ചില യതീംഖാനകൾ JJ ആക്ട് അംഗീകരിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഘട്ടം വന്നപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചു, JJ ആക്ട് ഇവിടുത്തെ യതീംഖാനകൾക്ക് ബാധകമല്ല എന്ന രീതിയിലുള്ള ഒരു നിയമപരിരക്ഷ സുപ്രീം കോടതി നമുക്ക് നേടണം. അതിനാവശ്യമായ ഒരു നീക്കം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്താൻ പോകുന്നുണ്ട്. താല്പര്യമുള്ള യതീംഖാന മാനേജ്മെന്റുകൾക്ക് സഹകരിക്കാന്ന് പറഞ്ഞു. സമസ്ത യോഗം വിളിച്ചു. ഒരുപാട് യതീംഖാന ഭാരവാഹികൾ വന്നു. ചിലര് പറഞ്ഞു, ഈ മൗലവിമാർക്ക് യാതൊരു അന്തമല്ലോട്ടോ, നാട്ടിൽ JJ ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്, ഇനി ആ JJ ആക്ടിന് വിധേയമായിട്ട് ഇവിടെ യതീംഖാന നടത്തുക അല്ലെങ്കിൽ അത് അവസാനിപ്പിച്ച് പോവാന്നല്ലാതെ ഇവർക്കും വേണ്ടി ഇനി വേറെ നിയമം കൊണ്ടുവരാൻ നടക്കുവോ?
അതുകൊണ്ട് ഇതിനൊന്നും ആരും പോകണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ആളുകളൊക്കെ നടത്തുന്ന യതീംഖാനകളൊന്നും സമസ്തയുടെ കേസുമായിട്ട് സഹകരിച്ചില്ല. 135 യതീംഖാനകളെ ഈ കേസിൽ കക്ഷി ചേർത്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രമുഖരായ അഭിഭാഷകരെ വെച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ മാസങ്ങളോളം കേസ് നടത്തി ഒടുവിൽ വന്ന വിധി എന്താണ്? ഈ 135 യതീംഖാനകളെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ യതീംഖാന വന്ന കാലം, അതിന്റെ പാരമ്പര്യം, ആ യതീംഖാന നടത്തുന്ന രീതിയെക്കുറിച്ച്, ആ യതീംഖാനയിൽ വരുന്ന കുട്ടികളുടെ ജീവിത സാഹചര്യം, അവരുടെ സാമ്പത്തിക അവസ്ഥ, അവരുടെ കുടുംബ പശ്ചാത്തലം, ഇങ്ങനെ യതീംഖാന ഈ സമൂഹത്തിൽ നടത്തുന്ന സംഭാവനകൾ, സേവനങ്ങൾ എന്നിത്യാദി കാര്യങ്ങൾ ഡാറ്റ വെച്ചുകൊണ്ട് കൃത്യമായി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി അവസാനം സുപ്രീം കോടതിയുടെ അന്തിമമായ വിധി വന്നു. ആ വിധി എന്തായിരുന്നു അറിയോ? ഈ 135 യതീംഖാനകൾക്ക് JJ ആക്ട് ബാധകമല്ല എന്ന വിധി. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത വിധിയാണ്. ഇന്നും ഈ നിമിഷവും ആ 135 യതീംഖാനകളും, 135 യതീംഖാനവും സമസ്തയുടെ യതീംഖാനൊന്നുമല്ല, പല സംഘടനകൾ നടത്തുന്ന യതീംഖാനകളുണ്ട്. അവർക്കൊന്നും അങ്ങനെ കേസിന് പോകാനോ അങ്ങനെ നിയമപരീക്ഷ നേടിയെടുക്കാനോ അങ്ങനെ സംഘടന ഉണ്ടായില്ല, നേതാക്കൾ ഉണ്ടായില്ല. സമസ്തയുടെ ഈ നിയമ പോരാട്ടത്തിൽ പങ്കാളികളായിട്ടുള്ള ഈ 135 ഓർഫനേജുകളും ഈ നിമിഷവും JJ ആക്ട് ബാധകമല്ലാതെ അന്തസ്സായിട്ട് യതീംഖാന നടത്തുന്നുണ്ട്. അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തുന്നത് അതൊരു സംഘടന എന്ന നിലയിൽ, സമുദായത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ നിയമവിധേയമായി അതിന് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അപകടകരമായ ഒരു നിയമം കൊണ്ടുവരാൻ ഈ ഇന്ന് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ശ്രമിച്ചു. വഖഫ് ബോർഡിൽ നിയമനം നടത്തുന്ന ആളുകൾ, ആ വഖഫ് ബോർഡിൽ സ്റ്റാഫായിട്ട് വരുന്ന ആളുകളെ PSC നിയമിക്കണമെന്ന് പറഞ്ഞു. എന്താണ് വഖഫ് ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി? അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് വഖഫ് ചെയ്തിട്ടുള്ള വഖഫ് സ്വത്തുക്കളെ വാക്കിഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായിട്ട് ആ വഖഫ് സംവിധാനത്തെ, വഖഫ് സ്വത്തുക്കളെ പരിരക്ഷിച്ചുകൊണ്ട് നിലനിർത്തുക, അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അതിലെവിടെയെങ്കിലും വൈലേഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ ഇടപെടുക, അതിനാവശ്യമായ നിയമപരീക്ഷ ഉണ്ടാക്കി കൊടുക്കുക. ഇതാണല്ലോ വഖഫ് ബോർഡിന്റെ ഉദ്ദേശം. അപ്പൊ സ്വാഭാവികമായിട്ടും വാക്കിഫിനെ കുറിച്ച്, വഖഫിനെ കുറിച്ച്, അതിന്റെ പുണ്യത്തെക്കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ബുദ്ധിയും ബോധ്യവും മതപരമായ ധാരണയുമുള്ള ആളുകളായിരിക്കണം ആ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ. PSC നിയമിച്ചാൽ എന്താ സംഭവിക്കുക? PSC നിയമിച്ചാൽ മുസ്ലിം പേരുള്ള ആളായിരിക്കും, അതൊരു പക്ഷേ യുക്തിവാദി പോലും ആയിരിക്കാം, മതനിഷേധിയായിരിക്കാം. വാക്കിഫിനെയോ വഖഫിനെയോ വഖഫിന്റെ പുണ്യത്തെക്കുറിച്ചോ ഒരു മതിപ്പുമില്ലാത്ത ആളുകൾ വരെ ആയിരിക്കാം. ഇവിടുത്തെ പല മുസ്ലിം സംഘടനകളും പറഞ്ഞു, സമസ്ത ഉൾപ്പെടെ പറഞ്ഞു, വഖഫ് നിയമനം PSCക്ക് വിടാൻ പാടില്ല. ഇങ്ങനെ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് വന്നു മുതൽ അത് സംബന്ധമായ ഓർഡിനൻസ് പിൻവലിക്കുന്നതുവരെ സമസ്തയുടെ നിലപാടെന്തായിരുന്നു? വഖഫ് നിയമനം PSCക്ക് വിടാൻ പാടില്ല. സമസ്തയിൽ നിന്ന് നേരത്തെ പിരിഞ്ഞു പോയ വിഘടിത വിഭാഗം ഈ വിഷയത്തിലെടുത്ത സമീപനം PSCക്ക് വിടാന്നിരുന്നു. PSCക്ക് വിടാം എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. ജമാഅത്ത് മുജാഹിദ് പോലുള്ള സംഘടനകൾ അവര് പിന്നെ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നത് അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല. കാരണം അവർ അപൂർവം വഖഫ് സ്വത്തുക്കളും വഖഫ് സംവിധാനങ്ങളെ അവർ വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഈ നിലപാട്, ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന വഖഫ് സ്വത്തുക്കളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവ്യാസത്തിൽ നടക്കുന്ന സംവിധാനങ്ങളാണ്. സമസ്ത പറഞ്ഞ് PSCക്ക് വിടാൻ പാടില്ല. അത് വഖഫ് ബോർഡ് ഒരു പ്രത്യേകമായ റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ച് അത്തരം സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാൻ യോഗ്യരായ വിശ്വാസികളായ ഉദ്യോഗസ്ഥന്മാരാണ് നിയമിക്കേണ്ടത്. എന്തിനധികം നിയമസഭയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചയിൽ അവിടെ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം, നിലവിലുള്ളതിൽ പല ആളുകളും താൽക്കാലിക ജീവനക്കാരാണ്, അതുകൊണ്ട് നിലവിലുള്ളവരെ മുഴുവനും സ്ഥിര നിയമനം കൊടുക്കുക, പുതിയ ആളുകളെ ഇനി നിയമിക്കുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ PSCക്ക് വിട്ടുകൊള്ളാം എന്നുവരെ അഭിപ്രായപ്പെട്ടവരുണ്ട്. അപ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാട് എന്തായിരുന്നു? PSCക്ക് വിടാൻ പാടില്ല, PSCക്ക് വിടാൻ പാടില്ല. ഇത് സംബന്ധമായ സമരങ്ങൾ ആരംഭിച്ചു. എല്ലാ മുസ്ലിം സംഘങ്ങളും കൂടിയിട്ട് സമരങ്ങൾ ആരംഭിച്ചു. ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പല കൺവെൻഷനുകളും പ്രചാരണ പരിപാടികളൊക്കെ നടക്കുന്നതിനിടയിൽ
ഈ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചക്കും സന്നദ്ധമല്ലാത്ത പൊതുനിരത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സമരങ്ങളെയും നിരന്തരമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ പറഞ്ഞു, ഇത് സംബന്ധമായ പ്രചാരണങ്ങളും സമരങ്ങളും പള്ളിക്കകത്ത് വെച്ച് വേണ്ട. അതിന്റെ കാരണം എന്താണ്? ഒരു മഹല്ലിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രഭാഷണങ്ങളും മറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനെ എതിർക്കാൻ ആളുകൾ വരും. പള്ളിക്കകത്ത് അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ വരാം. സംഘർഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് എല്ലാവരും. അതുകൊണ്ട് പള്ളിക്കകത്ത് ഇത് സംബന്ധമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വേണ്ട, എന്നാൽ പൊതുനിരത്തുകളിൽ ഇത് സംബന്ധമായ പ്രതിഷേധങ്ങൾ വേണമെന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞു. സമസ്തയുടെ അധ്യക്ഷൻ ഇത് പറഞ്ഞു എന്നൊരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് എത്ര വൃത്തികെട്ട ഭാഷയിലാണ് അദ്ദേഹത്തെ പല ആളുകളും വിമർശിച്ചത്. എന്ത് ന്യായമായിരുന്നു അതിനുള്ളത്? അവസാനം ഏറ്റവും കൂടുതൽ വഖഫ് സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിൽ സമസ്ത സ്വീകരിച്ച നിലപാടിൽ ഒരു വിട്ടുവീഴ്ചക്കും സന്നദ്ധമല്ലാത്തൊരു സ്റ്റാൻഡ് സ്വീകരിച്ചപ്പോ സമസ്തയെ തന്നെ ഇവിടുത്തെ സർക്കാർ ചർച്ചക്ക് വിളിച്ചു. ഓർഡിനൻസ് നിയമസഭയിൽ തിരുത്താമെന്ന് വാക്ക് നൽകി, അത് തിരുത്തി. ഇത് സമസ്ത വലിയൊരു നേട്ടമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഇത്തരം ഒരു ഇടപെടൽ സൂക്ഷ്മതയോടുകൂടി മഹല്ലുകളിൽ സമൂഹത്തിൽ സംഘർഷങ്ങളില്ലാതെ, എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി ലക്ഷ്യത്തിലേക്ക് എത്തുന്നതുവരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ സമസ്ത എത്ര പേർ ആക്ഷേപിച്ചു. എന്തെല്ലാം പറഞ്ഞുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം വൃത്തികെട്ട ഭാഷയിലാണ് അതിനെ ഇവിടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എല്ലാ കാലത്തും ഈ സമൂഹത്തിന്റെ ഐക്യം, ഈ സമൂഹത്തിലെ സമാധാനം, ഈ സമുദായത്തിന്റെ രഞ്ജിപ്പ്, ഇത്തരം കാര്യങ്ങൾക്കല്ലേ പ്രാധാന്യം കൊടുത്തുള്ള മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് സമസ്ത നേതൃത്വം നൽകിയോ? ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാറുണ്ട്. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാൻ മാത്രമാണ് ഈ സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. സമസ്തയുടെ ഭരണഘടനയിൽ 1-ാമത്തെ വകുപ്പ് പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. 2-ാമത്തെ വകുപ്പ് പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയങ്ങൾക്കെതിരായി വരുന്ന ആശയങ്ങളെ നിയമവിധേയമായി തടയുക. ഇത് ഇതിന്റെ ഭരണഘടനയിൽ പറയുന്ന കാര്യമാണ്. ഈ പണി സംഘടന എടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ സംഘടനയുടെ പ്രസക്തിയില്ല. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിയമവിധേയമായി സമാധാനപരമായി പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി മാന്യമായി സമസ്ത അവതരിപ്പിക്കാറുണ്ട്. അല്ലാതെ ഒരു ഭിന്നിപ്പിനും ആക്കം കൂട്ടുന്ന പ്രവർത്തനം സമസ്ത നടത്താറില്ലെന്ന് മാത്രമല്ല, ഈ സമുദായത്തിന്റെ പൊതുവായ നന്മയ്ക്കു വേണ്ടി ആദരണീയരായ പാണക്കാട് സാദാത്തുക്കളും മുസ്ലിം ലീഗ് പ്രസ്ഥാനവും സമുദായത്തിലെ ഏതാളുകൾ രംഗത്തു വരുന്ന ഈ കൂട്ടായ്മകളൊക്കെ ഉണ്ടോ, ആ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തിയ, പിന്തുണച്ച, സഹകരിച്ച പാരമ്പര്യമേ ഈ സംഘടനക്കുള്ളൂ. ഒരിക്കലും ഭിന്നിപ്പിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൂട്ടുനിന്നിട്ടില്ല, കൂട്ടുനിൽക്കുകയുമില്ല. ഇപ്പോഴും ഉണ്ടല്ലോ സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത അതിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? മൗനം പാലിക്കും. ഈ സമുദായത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ അവസരമുണ്ടാക്കുന്ന എന്ത് ശ്രമങ്ങളാണെങ്കിലും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നല്ലാതെ, ഇനി സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിനനുകൂലമായി 1% പോലുള്ള പ്രവർത്തനങ്ങൾക്ക് സമസ്തയുടെ പ്രവർത്തകന്മാരെ കിട്ടില്ല. കാരണം എന്താണ്? സമസ്തയുടെയും പോഷക സംഘടനകളുടെയും ദൗത്യം അതല്ല, ഭിന്നിപ്പിന്റെ ദൗത്യമല്ല, ഒരുമിപ്പിക്കലിന്റെ ദൗത്യമാണ്. നമുക്ക് ആവശ്യം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, നമ്മുടെ ആശയ പ്രചാരണങ്ങൾ, നമ്മുടെ സമുദായത്തെ വ്യാപകമായി സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഈ കാലത്ത് ആ തെറ്റിദ്ധാരണകൾ ദൂരീകരിച്ച് യഥാർത്ഥ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുക, ആ പ്രബോധന പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ദൗത്യമാണ് ഈ പ്രസ്ഥാനത്തിന് ഇവിടെ നിർവഹിക്കാനുള്ളത്. അത്തരത്തിലുള്ള ആ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ മനോഹരമായി ഈ സംഘടന ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ വില കുറച്ച് കാണിക്കാനും മോശമായി ചിത്രീകരിക്കാനും പല രീതിയിൽ അപഹസിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും പൊതുനിരത്തുകളിലാണെങ്കിലും ഒക്കെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ആരാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആരാണ് ഈ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഒരു ഭദ്രമായ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ എല്ലാ കാലത്തും ഈ സമുദായത്തിന്റെ മുഖ്യധാരയിൽ, മതപരമായ മുഖ്യധാരയിലുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതെന്തുകൊണ്ടാണ്? ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും അംഗീകരിക്കുന്നതും ബഹുമാനിക്കുന്നതും സമസ്തയാണ്.
മതപരമായ കാര്യത്തിൽ സമുദായത്തിന്റെ മുഖ്യധാര എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സമുദായത്തിലുള്ള വിശ്വാസ്യതയുടെ അത്ര വിശ്വാസ്യതയോടോ അംഗീകാരമോ മറ്റു പല മതസംഘടനകൾക്കും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പലപ്പോഴും മുഖ്യധാരയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അവർക്ക് മുഖ്യധാരയിൽ എത്തിച്ചേരാൻ സാധിക്കാത്തതുകൊണ്ട് അവരിന്ന് തിരിച്ചറിഞ്ഞൊരു പ്രധാനപ്പെട്ട കുതന്ത്രമാണ് സമസ്തയിൽ ഭിന്നിപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാനും സമസ്തയെ മോശമായി ചിത്രീകരിക്കാനും സമസ്തയുമായി സഹകരിക്കുന്ന മറ്റു പ്രസ്ഥാനങ്ങളെയൊക്കെ തമ്മിലടിപ്പിക്കാനും അവർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനും അവർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത്. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്? ഇക്കാലം അത്രയും സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ കഴിയാത്ത മതപരമായ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിദഈ പ്രസ്ഥാനങ്ങളുടെ കുതന്ത്രങ്ങളാണ് ഇവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി, മുഖ്യധാരയിൽ കയറിക്കൂടാൻ വേണ്ടി ഇവിടെയുള്ള ശത്രുക്കൾ ഉണ്ടാക്കുന്ന കുതന്ത്രങ്ങളാണെന്ന് തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ അതിന്റെ നഷ്ടമാർക്കാണ്. അത് നമ്മൾ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതല്ലേ? സമുദായത്തിൽ ഐക്യമല്ലേ വേണ്ടത്? സമുദായത്തിൽ ഭിന്നിപ്പല്ലല്ലോ വേണ്ടത്? ഈ സമുദായത്തിന്റെ മുഖ്യധാര സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മതപരമായ കാര്യത്തിൽ സമുദായം കാതോർക്കുന്നത് സമസ്തയാണ്, അല്ലാതെ ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനങ്ങളെ അല്ല. ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഇവിടെ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം രാഷ്ട്രീയമായി പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ്. ആ പ്രസ്ഥാനം ഈ സമൂഹത്തിന് ഒട്ടേറെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തിൽ മഹാഭൂരിപക്ഷം മതത്തെ പ്രതിനിധാനം ചെയ്യുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ പ്രസ്ഥാനത്തിന്റെ സംഭാവനകളാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ മതപരമായിട്ടുള്ള ഈ ഗുണവിശേഷങ്ങൾ. മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഈ പ്രസ്ഥാനങ്ങൾ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയ രീതിയല്ല. ആ രീതി അനുസരിച്ച് തന്നെ ഇനി നാളെയും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ ഈ സഹകരണത്തെ തെറ്റിദ്ധരിപ്പിക്കാനും അവിടെ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാനും ഇത് രണ്ടിനുമല്ലാത്ത ഒരു മൂന്നാം കക്ഷി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മൂന്നാം കക്ഷിയെ നമ്മൾ രണ്ടു കൂട്ടരും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമുക്ക് രണ്ടു കൂട്ടർക്കും ദോഷമാണ്. അല്ലാതെ ഒരിക്കലും നേട്ടമുണ്ടാകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇന്നുവരെ കയറി വരാൻ സാധിക്കാത്ത ചില കുതന്ത്രശാലികളായ ബിദഈ പ്രസ്ഥാനങ്ങളാണ്. ആ ബിദഈ പ്രസ്ഥാനങ്ങളെ ബിദഈ പ്രസ്ഥാനങ്ങളായിട്ട് തന്നെ കണ്ടുകൊണ്ട് എന്നാൽ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും ഛിദ്രത ഉണ്ടാക്കാനും അവരുണ്ടാക്കുന്ന അജണ്ടകളുടെ പിറകെ കടിച്ചു തൂങ്ങി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ സമുദായത്തിന് വലിയ നാശം ഉണ്ടാക്കും. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളെ പോലെ ഇനിയുള്ള കാലത്ത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. അതിനൊരു തടസ്സവുമില്ല. അതിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭാഗത്തുനിന്ന് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും സഹകരണവുമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്, ഇനിയുള്ള കാലത്തുണ്ടായിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ആനുകാലികമായ വിഷയങ്ങളോ മറ്റോ വരുന്ന സമയത്ത്, ഇപ്പൊ ഉദാഹരണം ഒരു പുതിയ വിവാദം ഉണ്ടായി. ആ വിവാദം ഉണ്ടാകുന്ന സമയത്ത് ഇന്ന് മീഡിയകളൊക്കെ വളരെ ജാഗ്രതയോടുകൂടി വളരെ അലർട്ടായിട്ട് നിൽക്കുന്ന ഒരു കാലമാണ്. എല്ലാ വിഷയങ്ങളും ഇങ്ങനെ കത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മീഡിയകളുടെ ചാനലുകളുടെ പ്രളയമുള്ള ഒരു കാലമാണ്. മീഡിയകളെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയങ്ങളും പരമാവധി കത്തിച്ച് ചാനലിന് റേറ്റ് കൂട്ടുക എന്നുള്ളത് അവിടെ ഒരു വരുമാന മാർഗമാണ്. അപ്പൊ എല്ലാ വിഷയങ്ങളും വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകളും ചർച്ചകളും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും. അപ്പോ സമസ്തയുടെ അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് ചാനലിനോട് സംസാരിക്കുന്നു. അദ്ദേഹം വളരെ സ്വതസിദ്ധമായ അദ്ദേഹത്തിന്റെ ശൈലിയിൽ വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നു. എല്ലാ ചാനലുകളും അത് നിമിഷ നേരം കൊണ്ട് ലൈവായിട്ട് കൊടുക്കുന്നു, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു, ബ്രേക്കിംഗ് ന്യൂസുകൾ വരുന്നു, രാത്രി പക്ഷെ അത് സംബന്ധമായ ചർച്ചകൾ നടക്കുന്നു. അപ്പൊ സമസ്തയുടെ അധ്യക്ഷൻ പഴയ കാലത്തെ പോലൊന്നുമല്ല. സമസ്തയുടെ അധ്യക്ഷൻ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു, അദ്ദേഹം വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പൊ ചില ആളുകൾ ചോദിക്കുകയാണ്, കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ, കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ, അദ്ദേഹം ഇങ്ങനെ ചാനലുകൾക്ക് മുമ്പാകൊന്നും പോയിട്ടില്ലായിരുന്നല്ലോ. കണ്ണിയത്ത് ഉസ്താദുടെ കാലത്ത് ഈ ചാനലുകൾ ഇല്ലാത്തതുകൊണ്ടാണ്.
ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടി സമസ്തയുടെ അധ്യക്ഷനെ കാത്തു നിൽക്കുന്നു. അവരുടെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അതേപോലെ വിശദീകരണങ്ങളൊക്കെ ചാനലുകൾ വരുന്നു എന്നുള്ളത് അത് സമസ്തയുടെ ഭാഗത്തൊരു തെറ്റാണോ? അത് സമസ്തയുടെ അധ്യക്ഷൻ ചെയ്യുന്ന ഒരു തെറ്റാണോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊന്നും സമസ്തക്ക് പാടില്ല, ഇതൊന്നും സമസ്തയുടെ അധ്യക്ഷന് പാടില്ല. എന്താണ് ഇതിന് മലയാളത്തിൽ പറയാ? കഴിഞ്ഞ 12 വർഷമായിട്ട് സുപ്രഭാതം എന്ന് പറയുന്ന ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നു സമസ്തയുടെ മുഖപത്രമായിട്ട്. ആ പത്രത്തിന്റെ പോളിസി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മുതലുള്ള ചെറുശ്ശേരി ഉസ്താദ് മുതലുള്ള ആ സ്ഥാപനത്തിന്റെ പത്രത്തിന്റെ സ്ഥാപക ചെയർമാനായ കൂട്ടുമല ബാപ്പു മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരാണ്. അവരതിന്റെ പോളിസി പറഞ്ഞത് എന്താണ്? അവരതിന്റെ പോളിസി പറഞ്ഞത് എല്ലാവരുടെയും വാർത്തകൾ കൊടുക്കണം, എല്ലാവരുടെയും വാർത്തകൾ കൊടുക്കണം. എന്നാൽ സമസ്തയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ പാർട്ടിയുടെ വാർത്ത മറ്റു പാർട്ടിയുടെ വാർത്ത കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യപൂർവ്വം കൊടുക്കണം. അത് 12 വർഷം മുമ്പുണ്ടാക്കിയിട്ടുള്ള ഒരു പോളിസിയാണ്. ഇന്നും പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ആ പോളിസി അനുസരിച്ചാണ് ആ പാർട്ടിയുടെ വാർത്ത ആ പത്രത്തിൽ വന്നിട്ടുള്ളൂ. വ്യാപകമാണ് അത്. എല്ലാ ദിവസവും ആ പോളിസി അനുസരിച്ചാണ് ആ പത്രം പ്രസിദ്ധീകരിക്കുന്നത്. ആ പാർട്ടിക്കെതിരെ ഇന്നുവരെ ആ പത്രത്തിൽ ലേഖനം വന്നിട്ടുണ്ടോ? ആ പാർട്ടിക്കെതിരെ ഇന്നുവരെ ഒരു വാർത്ത വന്നിട്ടുണ്ടോ? ആ പാർട്ടിക്കെതിരെ ഇന്നുവരെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടോ? ആ പാർട്ടിക്ക് ദോഷകരമാകുന്ന ഏതെങ്കിലും ഒരു വാർത്തയോ പ്രസ്താവനയോ ഈ 12 വർഷത്തിനിടയിൽ ആ പത്രത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പരസ്യം വരും. പരസ്യം എല്ലാവരുടെ പരസ്യം വരും. കാരണം പരസ്യമാണ് ഒരു പത്രത്തിന്റെ വരുമാനം. അതിനെ പരസ്യത്തെ പരസ്യമായിട്ട് കാണണം, അല്ലാതെ പരസ്യം നോക്കിയിട്ട് ആരെങ്കിലും വോട്ട് ചെയ്യാൻ പോകാറുണ്ടോ? ഓരോരുത്തർക്ക് അവന്റെ രാഷ്ട്രീയം ഉണ്ടാകും, ഓരോരുത്തർക്കും അവന്റെ രാഷ്ട്രീയം ഉണ്ടാകും. നാളെ തെരഞ്ഞെടുപ്പാണ്, നാളത്തെ പത്രത്തിൽ പരസ്യം ഏതാ നോക്കുക, എന്നിട്ടാണ് ഞാൻ വോട്ട് തീരുമാനിക്കുന്ന ആരെങ്കിലും തീരുമാനിക്കുമോ? പത്രത്തിൽ പരസ്യം വരും, അത് പത്രത്തിന്റെ വരുമാനമാണ്. ഇപ്പൊ സർക്കാർ പരസ്യങ്ങൾ വരുന്നുണ്ടല്ലോ. ആരാ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? LDF ആണ്, ഇടതുപക്ഷമാണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ പരസ്യങ്ങൾ ഏതൊക്കെ പത്രത്തിലാണ് വരുന്നത്? എല്ലാ പത്രത്തിലും വരുന്നുണ്ട്. എന്താ നിങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, നിങ്ങളെ പരസ്യം കൊടുക്കൂല എന്ന് പറയാറുണ്ടോ? സർക്കാർ പരസ്യം കൊടുത്തില്ലെങ്കിൽ തൂക്കാൻ വിധിക്കൊന്നുമില്ല, താല്പര്യമുള്ള പരസ്യം കൊടുത്താൽ മതി. സർക്കാർ പരസ്യത്തിൽ ഇന്നാലിന്റെ പരസ്യം ഞങ്ങൾ നാളെ കൊടുക്കുന്നില്ല എന്നൊരു പത്രം തീരുമാനിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതിന്റെ പൈസ ഇട്ടില്ല എന്നുള്ളൂ. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ വളരെ അനാവശ്യമായി നമ്മുടെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഐക്യത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി നമ്മുടെ നാട് സമാധാനപരമായിട്ട് എങ്ങനെ പോയോ അതുപോലെ പോകാവുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ആ സാഹചര്യത്തിലൂടെ തന്നെ നാളെ നമുക്ക് മുന്നോട്ട് പോകണം. അതിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതാണ് സമുദായത്തിന് കരണീയമായിട്ടുള്ളത്, സമുദായത്തിന് ഗുണമരായിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്കത് തുണക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക ആഘോഷം നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മഹല്ല തലങ്ങളിൽ, നമ്മുടെ പ്രാദേശിക തലങ്ങളിൽ, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉൾപ്പെടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ സേവനങ്ങളും സംഭാവനകളും ആ ആത്മീയമായ നേതൃത്വം ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള തർബിയത്തും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനോഹരമായ ഈ സമ്മേളനം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഇതിന്റെ ഭാരവാഹികളെ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിച്ചുകൊണ്ട് ഈ സദസ്സിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.